السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യനായ ഇ.കെ. ഇബ്രാഹിംകുട്ടി മൗലവി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേന്നം മണ്ഡലം കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സലാഹുദ്ദീൻ ക, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, ISMൻ്റെ മണ്ഡലം നേതാക്കന്മാരെ, അത്യാവശ്യം കുറച്ച് സമയമായി നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ദീർഘിച്ചാൽ അതൊരു മുഷിച്ചലാവുമെന്ന് എനിക്കറിയാം. എന്നാലും ISMൻ്റെ മണ്ഡലം സമ്മേളനങ്ങളിൽ രണ്ട് തലത്തിലുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഒന്ന് ഈമാനിക സെഷൻ, അത് കഴിഞ്ഞു. ബഹുമാന്യായ ഷിയാബ് മൗലവി അതുമായി ബന്ധപ്പെട്ട് മനോഹരമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തന്നു. രണ്ടാമത്തേത് വൈജ്ഞാനിക സെഷനാണ്. ആ വൈജ്ഞാനിക സെഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണ്. വിവിധ കക്ഷികളും പാർട്ടികളും സംഘടനകളും ഒക്കെയായി വലിയ തലത്തിലുള്ള ഭിന്നതകളും പ്രശ്നങ്ങളും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ച് അത് വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഐക്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പരസ്പരം പോരാട്ടങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ, സ്വരുമയും ഒരുമയോടുകൂടി മുസ്ലിം സൊസൈറ്റി മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമില്ലാത്ത ഒരാളും മുസ്ലിം സൊസൈറ്റിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലില്ല. എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എല്ലാവരും അത് ആഗ്രഹിച്ചാലും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭിന്നതയും അനൈക്യവും ഛിദ്രതയുമൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. വൈജ്ഞാനിക സെഷനിൽ ഭിന്നതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. കാരണം ചിലപ്പോഴൊക്കെ പുതിയ കാലഘട്ടത്തിൽ ഐക്യത്തോടുള്ള ഭയങ്കരമായ ഒരു ഹുബ്, സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയേണ്ടതില്ല എന്ന ചിന്തയിലേക്ക് പോവാണ്. ഇപ്പോൾ ഇ.കെ. ഇബ്രാഹിംകുട്ടി മൗലവി ഉമർ മൗലവിയെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. ഉമർ മൗലവിയാണ് ആ കാലഘട്ടത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന വ്യക്തിയെന്ന് വളരെയധികം വിമർശിക്കപ്പെട്ട ഒരാളാണ് ഉമർ മൗലവി. സൊസൈറ്റിയെ ഭിന്നിപ്പിച്ച ഒരാളാണല്ലോ. ആ ഉമർ മൗലവി ആക്ഷേപം കേട്ടിട്ട് ഉമർ മൗലവി തൗഹീദ് പറയാതിരുന്നെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ ആശയ വ്യതിയാനത്തെപ്പറ്റി ഉമർ മൗലവി പഠിപ്പിക്കാതിരുന്നെങ്കിൽ നമ്മളൊക്കെ പലരും വഴികേടിൽ തന്നെ അങ്ങനെ സഞ്ചരിച്ചു പോയേനെ. പക്ഷെ അദ്ദേഹത്തിന് എത്ര ആക്ഷേപിച്ചിട്ടും എന്തെല്ലാം വിമർശനങ്ങളുണ്ടായി. ഉമർ മൗലവിയെ കൂക്ക് വിളിച്ചു, ഉമർ മൗലവിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി, മുസ്ലിം സൊസൈറ്റിയെ ഭിന്നിപ്പിച്ച കുഴപ്പക്കാരനാണ്, ഫിത്തനക്കാരനാണ്, വ്യാജമായ അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തി. എത്ര പറഞ്ഞിട്ട് ഉമർ മൗലവി തളർന്നിട്ടില്ല. ഉമർ മൗലവി അതിലാണ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തനിക്ക് തെറ്റാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തോന്നിയ കാര്യങ്ങളെ ശക്തമായിട്ട് അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിന്റെ ശൈലി, ഭാഷ നമുക്കറിയാം, അതികഠിനാണ്. ഞാൻ സാന്ദർഭികമായിട്ട് A.P. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു ഉമർ മൗലവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം അനുസ്മരിക്കാൻ എനിക്ക് എല്ലാം അറിയുന്നതാണ്. പക്ഷെ നമ്മുടെ വിഷയവുമായിട്ട് ഉമർ മൗലവിൻ്റെ ആ സമീപനത്തിന് ഒരു ബന്ധമുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ ഉമർ മൗലവി മൗദൂദികൾ എന്നാണ് വിളിക്കാറ്. ജമാഅത്തുകാരെന്നല്ല വിളിക്കാറ്. നമ്മൾ പറയുന്നത് ജമാഅത്തുകാരെന്ന് പറയുമല്ലോ. ഉമർ മൗലവി പക്ഷെ മൗദൂദികൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരിക്കൽ A.P. അബ്ദുൽ ഖാദർ മൗലവി ഉമർ മൗലവിനെ കണ്ടപ്പോൾ പറഞ്ഞു, മൗലവി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു, ഈ മൗദൂദികൾ എന്നിങ്ങനെ പറയല്ലേ, അതിങ്ങനെ വലിയൊരു അകൽച്ച ഉണ്ടാക്കല്ലേ, അതുകൊണ്ട് നിങ്ങൾ മൗദൂദികൾ എന്നുള്ള നിർത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ മൗലവി പറഞ്ഞ്, ഇൻഷാ അല്ലാഹ്
ഞാൻ ആലോചിക്കാം, എന്നിട്ട് ഞാൻ പറയാം. അങ്ങനെ AP പറയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ സൽസബിയിലിറങ്ങി. ഉമർ മൗലവിയുടെ ഒരു കുറിപ്പുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരെ മൗദൂദികൾ എന്ന് വിളിക്കരുത്, ജമാഅത്തുകാർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ധാരാളം ആലോചിച്ചു, അവർ മൗദൂദികൾ തന്നെ. ഞാൻ കുറെ ആലോചിച്ചു, അവർ മൗദൂദികളല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ AP പറയുന്നത് അറിയും, ഉമർ മൗലവിന്റെ ശൈലി എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ആ ശൈലിയാണ് എന്നെ നന്നാക്കിയത്. ഉമർ മൗലവിന്റെ ശൈലിയോട് എനിക്ക് വിയോജിപ്പുണ്ടായി, പക്ഷെ ആ ശൈലി തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകളെ ആശയ വ്യതിയാനങ്ങളിൽ പോകാതെ കൃത്യമായി സലഫു സാലിഹുകളുടെ റൂട്ടിൽ മുന്നോട്ട് ചലിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് ആ ശൈലിയാണ്. ഇത് നമ്മൾ പ്രബോധകർക്കൊരു ധാരണ ഉണ്ടാവണം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? തൗഹീദാണ്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം സുന്നത്താണ്. തൗഹീദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തൗഹീദിനൊരു ഓപ്പോസിറ്റ് ഉണ്ടാവും, സുന്നത്തിനൊരു ഓപ്പോസിറ്റ് ഉണ്ടാവും. തൗഹീദിന്റെ ഓപ്പോസിറ്റ് ഷിർക്കാണ്, സുന്നത്തിന്റെ ഓപ്പോസിറ്റ് ബിദ്അത്താണ്. അപ്പൊ തൗഹീദ് പറയണമെങ്കിൽ ഷിർക്കിനെ നമ്മൾ ഖണ്ഡിക്കണം. തൗഹീദ് പറയണമെങ്കിൽ ഷിർക്കിനെ നമ്മൾ ചോദ്യം ചെയ്യണം. തൗഹീദ് പറയണമെങ്കിൽ ഷിർക്കിനെതിരെ അതിശക്തമായ ആശയ സമരം നയിക്കണം. സുന്നത്ത് പറയണമെങ്കിൽ ബിദ്അത്തുകളെ നമ്മൾ വലിച്ചെറിയണം. സുന്നത്ത് പഠിപ്പിക്കണമെങ്കിൽ ബിദ്അത്തുകൾക്കെതിരെ അതിശക്തമായ പ്രബോധന പ്രവർത്തനം നടത്തണം. സുന്നത്ത് സ്ഥാപിക്കണമെങ്കിൽ ബിദ്അത്തുകളെ നമ്മൾ പറിച്ചു കളയാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. സ്വാഭാവികമായും ഇത് പ്രശ്നമാണ്. കാരണം ഷിർക്കിന്റെ ആളുകൾക്ക്, സുന്നത്തിന്റെ ആളുകൾ, പിന്നെ ബിദ്അത്തിന്റെ ആളുകൾക്ക് ഈ പറയുന്നത് കേട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. സമുദായത്തിൽ വിള്ളലുണ്ടാകും, ചേരിതിരിവുണ്ടാകും, അതുപോലെ ആശയപരമായിട്ടുള്ള ഭിന്നത അവിടെ രൂപപ്പെടും. സ്വാഭാവികമാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇപ്പൊ ചില ആൾക്കാർ അങ്ങനെ പറയുന്നത്. ആക്രോശിക്കരുത്, നമ്മുടെ പ്രബോധന പ്രവർത്തനം ശാന്തമായിരിക്കണം. അതെ, ശാന്തമായിരിക്കണം എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ശാന്തമായിരിക്കണം. പക്ഷെ നമുക്ക് ശാന്തത ഇല്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ ശൈലി ഗൗരവമുള്ളതായത് കൊണ്ടാണോ? നമ്മുടെ ശൈലി കർശനമായത് കൊണ്ടാണോ നമുക്ക് ശത്രുക്കൾ ഉണ്ടായത്? നമ്മൾ സുന്ദരമായി സംസാരിച്ചിരുന്നെങ്കിൽ, സ്മൂത്ത് ആയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടാവില്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രു ഉണ്ടാവാൻ പാടില്ല. ആർക്ക് അഭിപ്രായമുള്ള? അള്ളാന്റെ റസൂൽ കർശനായി പറഞ്ഞ ആളാണ്, തീവ്രമായി പറഞ്ഞ ആളാണ്, പരുഷമായി പറഞ്ഞ ആളാണ്. നമുക്ക് ആർക്കും അഭിപ്രായമില്ലല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊല്ലാനുള്ള ഒരു സംഘമുണ്ടായി. റസൂലുള്ളയെ വധിക്കുന്നവർക്ക് സമ്മാനം ഓഫർ ചെയ്ത ഒരു ജനതയുണ്ടായി. നമുക്ക് ഇതുവരെ ഓഫർ കിട്ടിയിട്ടില്ല ജനങ്ങളാൽ, അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഓഫർ, നമ്മളെ കൊന്നു കഴിഞ്ഞാൽ ഇന്നാം തരാന്ന് ആരും ഇതുവരെ സമസ്തക്കാരും പ്രഖ്യാപിച്ചിട്ടില്ല, വേറൊരു സംഘടന പ്രഖ്യാപിച്ചിട്ടില്ല. അത്ര ഭയങ്കരമായ ശത്രുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനുണ്ടായി. അപ്പൊ എല്ലാവരും പറയും, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ പറയും, എന്താണ്, നിങ്ങൾ ഖൗലൻ ലയ്യിന വഖൂലാ ഖൗലൻ ലയ്യിന എന്നാണ് ഖുർആൻ പറഞ്ഞത് മൂസാ നബിയോട് ഫിർഔന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഖൗലൻ ലയ്യിനായിരിക്കണം, എന്താ പറയാ, സരളമായ മൃദുലമായി സംസാരിക്കണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഖൗലൻ ലയ്യിന മൂസാ നബി ഫിർഔനോട് പറഞ്ഞത് നമുക്ക് കാണാം. ഖൗലൻ ലയ്യിന അവിടെ കാണാം. ഖൗലൻ ലയ്യിന എത്തിയത് എവിടേക്കാണെന്ന് അറിയും. നമ്മളെ ഇപ്പോൾ ഈ ഖൗലൻ ലയ്യിന പറയും, വളരെ സ്മൂത്തായിട്ട് സംസാരിക്കണം എന്ന് പറയും, മൃദുലമായി സംസാരിക്കണം എന്ന് പറയും. ഖൗലൻ ലയ്യിന എവിടേക്ക് എത്തിയത്? മൂസാ നബി ഫിർഔന്റെ അടുത്ത് പോകുന്നു. ഈ ഖൗലൻ ലയ്യിനക്ക് ശേഷം ആ ചരിത്രം, ഹിസ്റ്ററി സൂറത്ത് ത്വാഹയിൽ കാണാം, വിവിധ സ്ഥലങ്ങളിൽ കാണാം. സൂറത്ത് ത്വാഹയിൽ അല്ലാഹ് പറയുന്നു, നിങ്ങൾ ഫിർഔന്റെ അടുത്തേക്ക് പോവുക രണ്ടുപേരും, എന്നിട്ട് ഖൗലൻ ലയ്യിന പറയുക, മൃദുലമായിട്ട് സംസാരിക്കുക. മൂസാ നബി പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ അടുത്ത് പോകുന്നു, സംസാരിക്കുന്നു. ഫിർഔൻ ദൈവമാണ് എന്ന് വാദിച്ച ഫിർഔനോട് നീയല്ല ദൈവം, മറിച്ച് പടച്ചവൻ എന്ന് പറയുന്നത് നിനക്ക് പ്രാപിക്കാൻ സാധിക്കാത്തതാണ് എന്ന് പഠിപ്പിക്കുന്നു. തർക്കമാകുന്നു. ഈ തർക്കത്തിന്റെ ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാകുന്നു. ഖൗലൻ ലയ്യിനാണ് ഈ എത്തുന്നത്. നിങ്ങൾ നോക്കണ്ടോ? സൂറത്ത് ത്വാഹ എടുത്ത് നോക്കണം. എന്നിട്ട് തർക്കമാകുന്നു. ഈ തർക്കം അവസാനം വെല്ലുവിളിയാകുന്നു. നമ്മൾ നാട്ടിൽ പറഞ്ഞ സംവാദത്തിന്റെ ഒരു സ്റ്റൈലാകുന്നു. അങ്ങനെ മൂസാ നബിനെ ഫിർഔന് വെല്ലുവിളിക്കുക, നിന്റെ മാജിക്കേറ്റ് നീ വാ, എന്റെ ആൾക്കാരായിട്ട് ഞാൻ വരാം. സംവാദം മൂത്തു. ഖൗലൻ ലയ്യിനക്ക് ശേഷം സംവാദം. മനസ്സിലായോ? സംവാദത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? മത്സരം. അങ്ങനെ അവർ രണ്ടു കൂട്ടരും വരുന്നു.
അവര് പിന്നെ സാഹിർമാർ വടിയിടുന്നു, നിങ്ങൾക്കറിയാലോ. മൂസാ നബി വടിയിടുന്നു, സാഹിർമാർ വടിയും കയറിടുന്നു, രണ്ടും കൂട്ടരുടെയും പാമ്പാകുന്നു. മൂസാ നബിന്റെ പാമ്പ് പിന്നെ അവരുടെ പാമ്പിനെ പിടിച്ച് വിഴുങ്ങുന്നു. അവർക്ക് മനസ്സിലാവുന്നു നമ്മളത് സിഹിറാണെങ്കിൽ മൂസാ നബിൻ്റെത് മുഅ്ജിസത്താണ് എന്ന് സാഹിർമാർക്ക് മനസ്സിലാവുന്നു. സാഹിർമാർ ഇസ്ലാം സ്വീകരിക്കുന്നു. ഖൗലൻ ലയ്യിനക്ക് ശേഷം സാഹിർമാർ ഇസ്ലാം സ്വീകരിച്ചു. സാഹിർമാരോട് മൂസാ നബി ഡിബേറ്റാണ് ചെയ്തത്. ഇന്നത്തെ ഒരു ഇതിൽ പറഞ്ഞ ഡിബേറ്റാണ് എന്ന് പറഞ്ഞ സംഘട്ടനാണ് സാഹിർമാരെത്തി. ഖൗലൻ ലയ്യിന പറഞ്ഞത് ആരോടാ? ഫിർഔനോടാണ്. ആ ഫിർഔൻ എന്ത് ചെയ്തു? ഖൗലൻ ലയ്യിന കേട്ടിട്ടും മൂസാ നബി അലൈഹി സ്വലാമയെ വെല്ലുവിളിച്ചു. മൂസാ നബി വെല്ലുവിളിച്ച സാഹിർമാർ മൂസാ നബിയിൽ നിന്ന് വിശ്വസിച്ചു. ഖൗലൻ ലയ്യിന കേട്ട ഫിർഔൻ വിശ്വസിച്ചില്ല. പിന്നെ ആ ഖൗലൻ ലയ്യിനയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫിർഔൻ ചോദിക്കാണ്, ഞാൻ അനുമതി തരുന്നതിലും നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചോ? നിങ്ങളെ കൈകാലുകൾ ഞാൻ വിപരീത ദിശയിൽ ഛേദിക്കും പറഞ്ഞു. അടുത്ത ഖൗലൻ ലയ്യിനയുടെ അടുത്ത റിസൾട്ട് കൈയും കാലും വെട്ടലാണ്. ഖൗലൻ ലയ്യിന പോണ പോക്കുണ്ടോ? ധാരണ ഖൗലൻ ലയ്യിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വിമർശനം ഇല്ല എന്നാണ് ചില മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത്. ഖൗലൻ ലയ്യിന എന്ന് പറഞ്ഞിട്ട് മൂസാ നബി പറഞ്ഞത് മുഴുവൻ വിമർശനാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോ, മുഴുവൻ വിമർശനാണ്. ഫിർഔന് എതിരെ ദൈവമാണ് എന്ന് പറയുന്നത്. നമ്മളും പിന്നെ ഈ സായിബാബയും തമ്മിൽ, അല്ലെങ്കിൽ മാതാമൃതാനന്ദമയി, സായിബാബ മരിച്ചുപോയി, മാതാമൃതാനന്ദമയും തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കാൻ. ഖൗലൻ ലയ്യിനാണ്. എന്താ ഡിബേറ്റ്? മാതാമൃതാനന്ദമയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയാണ്, നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ ദൈവമല്ല, നിങ്ങൾക്ക് ദൈവമാകാൻ സാധ്യമല്ല, നിങ്ങൾ പടച്ചവനല്ല, നിങ്ങൾ കള്ളവാദിയാണ്, നിങ്ങൾക്ക് രക്ഷ വേണോ, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങൂ റബ്ബിന്റെ മാർഗത്തിലേക്ക്. ഖൗലൻ ലയ്യിനാണ്. ഈ ഖൗലൻ ലയ്യിനാണ് എവിടെ നടന്നത്? മൂസാ നബിയും ഫിർഔനും തമ്മിൽ നടന്നത്. ഫിർഔൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് റിലേറ്റഡ് ആവില്ല, അതാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ജാറത്തിൽ പോകുന്നു, അവിടെയുള്ള പിന്നെ ജാറം നോക്കുന്ന പരിപാലിക്കുന്ന ആളോട് നമ്മൾ പറയുന്നു, മുഖത്ത് നോക്കിയിട്ട്, ഈ ജാറത്തിൽ കിടക്കുന്നവൻ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരു ചുക്കും ചെയ്തു തരാൻ കഴിയില്ല, നിങ്ങൾ പടച്ചോനെ മാത്രം വിളിച്ചാലേ രക്ഷയുള്ളൂ, ഇയാൾ ഒരു ഈച്ചയെ പോലും ഉടമപ്പെടുത്തുന്നില്ല. ഖൗലൻ ലയ്യിനാണ്. ആളുകളെ വിചാരിക്കണമെന്നും പറയാതെ സോപ്പിട്ടിരിക്കുന്ന പരിപാടിനാണ് ഖൗലൻ ലയ്യിന എന്ന് വിചാരിച്ചിരിക്കണം. അല്ല. ഇനി നമ്മൾ എങ്ങനെ പ്രബോധനം ചെയ്താലും നമ്മളൊരു ധാരണ എന്താ അറിയോ? നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം, പാലിക്കണം. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ മുസ്ലിം സൊസൈറ്റി ഭിന്നിക്കും. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അൻ സഅദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബിമസ്ജിദ് ബനി മുആവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു മുആവിയക്കാരുടെ പള്ളിന്റെ അരികിലൂടെ നടന്നു പോയിരുന്നു. ദഖല, ആ പള്ളിയിൽ അദ്ദേഹം പ്രവേശിച്ചു. ഫറകഅ ഫീഹി റകഅതൈനി, എന്നിട്ട് അദ്ദേഹം 2 റകഅത്ത് പള്ളിയിൽ നിസ്കരിച്ചു. വസല്ലൈന മഅഹു, ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം നിസ്കരിച്ചു. ആര്? സഅദ് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളും നബിയോടൊപ്പം നിസ്കരിച്ചു. വദഅ റബ്ബഹു തവീലൻ, അദ്ദേഹം തവീലായിട്ട് ദീർഘമായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. സുമ്മൻ സറഫ, എന്നിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅൽതു റബ്ബി സലാസൻ, 3 കാര്യങ്ങൾ ഞാൻ അള്ളാഹിനോട് ചോദിച്ചു. ദീർഘമായി 2 റകഅത്ത് നിസ്കരിച്ചു, എന്നിട്ട് ദീർഘമായിട്ട് അള്ളാഹിനോട് ചോദിച്ചു. എന്നിട്ട് നബിയുടെ സഹാബികൾക്കും എതിരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, 2 കാര്യം ഞാൻ റബ്ബിനോട് ചോദിച്ചു. ഫഅഅതാനി ഇസ്നതൈനി, 2 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു. 3 കാര്യം ഞാൻ അള്ളാഹിനോട് ചോദിച്ചു, 2 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു. വമനഅനി വാഹിദ, ഒരെണ്ണം എനിക്ക് അള്ളാഹു തടഞ്ഞു, തരൂല എന്ന് പറഞ്ഞു, നടക്കൂല എന്ന് പറഞ്ഞു. ബാക്കി 2 എനിക്ക് തന്നു ചോദിച്ചത്. എന്നിട്ട് നബി പഠിപ്പിക്കുക, സഅൽതു റബ്ബി അൻ ലാ യുഹ്ലിക ഉമ്മതി ബിസനതി, എന്റെ ഉമ്മത്ത് ക്ഷാമം മൂലം നശിച്ചു പോകരുത്, ലോകത്ത് പട്ടിണിയും പ്രയാസവും കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഇല്ലാതായി പോകരുത് റബ്ബേ, അങ്ങനെ അവർ നശിച്ചു പോകരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ഫഅഅതാനിഹ, അല്ലാഹു അത് സ്വീകരിച്ചു. ഇനി നമുക്ക് പേടിക്കണ്ട. ലോകത്ത് ഏത് സാമ്പത്തിക മാന്ദ്യം വന്നാലും, ഏത് പ്രകൃതി ദുരന്തം വന്നാലും, മുസ്ലിം സൊസൈറ്റി സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ട് നശിച്ച് ഒരു സമൂഹമല്ലാതായി മാറില്ല. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നബിന്റെ ദുആ ഉണ്ട്, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നബി ചോദിച്ചു, വസഅൽതുഹു അൻ ലാ യുഹ്ലിക ഉമ്മതി ബിൽ ഗറഖ്, എന്റെ പിന്നെ ഉമ്മത്ത് മുങ്ങി നശിച്ചു പോകരുത്. ഒരു പക്ഷേ അതിന്റെ ഷറഹിലൊക്കെ കാണാം,
പണ്ഡിതന്മാർ പറഞ്ഞത് ഫിറഔനെയും അവന്റെ ജനതനെയും മുക്കിക്കൊന്നതുപോലെ മുസ്ലിം സൊസൈറ്റിനെ വല്ല പ്രളയത്തിലോ വലിയ എന്താ പറയുക ജലവുമായി ബന്ധപ്പെട്ട വലിയ പ്രകൃതിക്ഷോഭത്തിലോ പെട്ട് എൻ്റെ ഉമ്മത്ത് മൊത്തം നശിച്ചു പോകരുത്. പ്രകൃതിക്ഷോഭം കൊണ്ട് ഈ ഉമ്മത്ത് നശിച്ചു പോവില്ല. ലോകത്ത് ഏത് പ്രകൃതിക്ഷോഭം വന്നാലും ഈ ഉമ്മത്തിൽ കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ടാവും, നശിച്ചു പോകൂല. അള്ളാഹ് അത് സ്വീകരിച്ചു. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവേ അവർക്കിടയിൽ നീ പരസ്പര വിദ്വേഷം ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, അവർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കരുത്, യുദ്ധം ഉണ്ടാക്കരുത്. പക്ഷെ അള്ളാഹ് അത് സമ്മതിച്ചില്ല. അത് പറ്റൂല മുഹമ്മദേ, അത് നടക്കും, അത് ദുആ കൊണ്ട് മറികടക്കാൻ പറ്റില്ല. അള്ളാന്റെ ഖളാഅണ്. മുസ്ലിം സൊസൈറ്റി ഭിന്നിക്കും, മുസ്ലിം സൊസൈറ്റി പരസ്പരം യുദ്ധം ചെയ്യും, മുസ്ലിം സൊസൈറ്റി കക്ഷികളാകും, മുസ്ലിം സൊസൈറ്റി അങ്ങനെ വേർപെട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നടപടിക്രമമാണ്. അത് മാറ്റാൻ തലകുത്തി മറിഞ്ഞാലും ഒരാൾക്ക് പറ്റൂല. ആക്രോശം നിർത്തി ശാന്തമായി സംസാരിച്ചാൽ അതുണ്ടാകുന്നു പ്രതീക്ഷിക്കുകയും വേണ്ട. അമ്പിയാക്കന്മാരെക്കാൾ ശാന്തമായും സൗമ്യമായും നമുക്ക് സംസാരിക്കാൻ സാധ്യമല്ല. അവർക്ക് പോലും ജമാഅത്തിനെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അബൂദാവൂദും ഹാക്കിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയും, മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഫീനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ഫഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ ഇന്ന മൻ ഖബലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല, നിങ്ങൾക്ക് മുൻപുള്ള മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവർ 72 വിഭാഗങ്ങളായി, മില്ലത്തുകളായി, കക്ഷികളായി, പാർട്ടികളായി അവർ ഇഫ്തറഖു, അവർ എന്ത് ചെയ്തു? ഭിന്നിച്ചുപോയി. വ ഇന്ന ഹാദിഹിൽ മില്ല സതഫ്തരിഖു അലാ 73 എന്നാൽ എൻ്റെ ഈ ഉമ്മത്ത് 73 കക്ഷിയായിട്ട് അവർ ഭിന്നിച്ചു പോകും. മുൻഗാമികൾ യഹൂദന്മാരും നസാറാക്കളെ എത്ര ഭിന്നിച്ചു? 72 കക്ഷിയായി. തർക്കത്തിലായി, വാദപ്രതിവാദത്തിലായി, സംവാദത്തിലായി, സംഘട്ടനത്തിലായി. എൻ്റെ മുമ്പ് ഉള്ള പ്രവാചകന്മാരുടെ സൊസൈറ്റി, എൻ്റെ സൊസൈറ്റിയോ 73 ആകും. ജൂതൻ 72 ആയെങ്കിൽ മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് 73 ആകും. നസാറാക്കൾ 72 ആണെങ്കിൽ ഒരു പടി കൂടി കടന്ന് എൻ്റെ ഉമ്മത്ത് 73 ആകും. ഇത്ര നബി പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഒരു ദുഃഖം മാത്രമായിരുന്നു അത്. മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കും എന്നതൊരു ദുഃഖം മാത്രമായിരുന്നു. പക്ഷെ നബി ഇത്ര നിർത്തിയില്ല. സിൻതാനി വസബഊന ഫിന്നാർ, അതിലെ 72 കക്ഷികളും നരകത്തിലാണ്. മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിച്ച 73 കക്ഷികളിൽ 72 നരകത്തിലാണ്. വവാഹിദത്തും ഫിൽ ജന്ന, ഒരൊറ്റ കക്ഷി മാത്രമേ സ്വർഗത്തിൽ പോകൂ. വഹിയൽ ജമാഅ, അതാണ് അൽ ജമാഅ എന്ന് പറയുന്ന കക്ഷി. അള്ളാന്റെ റസൂൽ പറയാം, അള്ളാന്റെ റസൂൽ പറഞ്ഞു തരാം. അതുകൊണ്ട് മുസ്ലിം സൊസൈറ്റി ഭിന്നിക്കും, അള്ളാന്റെ നടപടിക്രമമാണ്. മുസ്ലിം സൊസൈറ്റി പാർട്ടിയാകും, കക്ഷിയാകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടത്തിലേർപ്പെടും, അള്ളാന്റെ നടപടിക്രമമാണ്. ആ ഭിന്നിച്ച കക്ഷികളിൽ ഒരു കക്ഷി ഒഴികെ ബാക്കി എല്ലാ കക്ഷിയും നരകത്തിലാണ്. അള്ളാന്റെ റസൂല് അള്ളാന്റെ നടപടിക്രമമായിട്ട് നമ്മളെ പഠിപ്പിച്ചെന്നാണ്. നമ്മളെ ജോലി എന്താ? നമ്മളെ ഡ്യൂട്ടി എന്താ? നമ്മളെ ഡ്യൂട്ടി ആ വാഹിദ് അൽ ജമാഅയിൽ നിൽക്കുക. സ്വർഗത്തിൽ പോകുന്ന ആ ഒരു കക്ഷിയെ തപ്പി തെരഞ്ഞുകൊണ്ടിരിക്കുക. ആ കക്ഷിയിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കുക. ആ കക്ഷിയോട് നമ്മൾ ചേർന്ന് നിൽക്കുക. അൻ അബി നജീഹ് അൽ ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു, ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹം പറഞ്ഞു, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഒരു വഅദ് പറഞ്ഞു തന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഒരു വഅദ് പറഞ്ഞു തന്നു. വജിലത് മിൻഹൽ ഖുലൂബ്, ആ വഅദ് കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിപ്പോയി. വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിപ്പോയി. സഹാബത്ത് മുഴുവൻ നിന്ന് കരഞ്ഞ് റസൂലുള്ളാഹിന്റെ പ്രസംഗം കേട്ടിട്ട്, വഅദ് കേട്ടിട്ട്. അങ്ങനത്തെ ഒരു പ്രസംഗം നബി അങ്ങോട്ട് നടത്തി. ആ പ്രസംഗം ഞങ്ങളുടെ മനസ്സിനങ്ങോട്ട് പിടിച്ചു കുലുക്കി. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇലത്തും മുവദ്ദിഇൻ,
ഇതൊരു വിട പറഞ്ഞു പോകുന്ന ഒരാൾ, യാത്ര പറഞ്ഞ് കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരാൾ, അയാളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ. സഹാബത്തിന് മനസ്സിലായി റസൂലുള്ള വഫാത്താവാറായിട്ടുണ്ട്. ആ വഫാത്തിന് മുമ്പ് റസൂലുള്ളാഹിന്റെ മൗഇലത്താണ്, വഅലാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞു, ഇത് വിട പറയുന്ന ആളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ, പിരിഞ്ഞു പോകാൻ പോകുന്ന ആളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ. ഫഔസിനാ, ഞങ്ങൾക്ക് വസിയത്ത് ചെയ്യൂ നബിയെ, ഞങ്ങളോട് വസിയത്ത് ചെയ്യൂ, താങ്കൾ പോവാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നബിയെ, അതുകൊണ്ട് വസിയത്ത് ചെയ്യണേ. ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ വസിയത്ത് ചെയ്തു, ഊസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ സൂക്ഷിക്കണമെന്ന് തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യാണ്. നബി പറയാണ് വസിയത്ത് ചെയ്യാണ്. എന്നിട്ട് നബി അടുത്ത പറഞ്ഞു, വസ്സംഇ വത്വാഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദു, വസ്സംഇ വത്വാഅ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക തന്നെ വേണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദു, നിങ്ങളെ ഭരിക്കുന്നത് ഒരു അടിമയാണെങ്കിൽ പോലും, നിങ്ങളുടെ നേതാവ് നിങ്ങളോട് കൽപ്പിക്കുന്നവൻ അവൻ ഒരു അടിമയാണെങ്കിൽ പോലും നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. നോക്കൂ, ഒന്നാമത്തെ ഭിന്നതയില്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്താല് എന്താ? നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം. നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം. നേതൃത്വം എന്നുള്ളത് ചെറിയ കാര്യമല്ല. നേതൃത്വത്തെ കൈവിട്ട് മാറി പിരിഞ്ഞ് പിളർന്നു പോവുക എന്നുള്ളത് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചവനാണ് അവൻ. ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചവൻ ഖവാരിജ്. ഇസ്ലാമിലെ ആദ്യത്തെ പിഴച്ച കക്ഷി ഖവാരിജുകൾ. ആ ഖവാരിജുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴാ ഖവാരിജുകൾ ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു മൂന്നാം കക്ഷിയായിട്ട് രൂപപ്പെട്ടതാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളാണ് ഏറ്റവും ആദ്യത്തെ പിഴച്ച കക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ഹദീസുകൾ ദുർബലമാണ്, പക്ഷെ ആ ഹദീസുകളുടെ ആധിക്യം കൊണ്ട് പണ്ഡിതന്മാർ ജയ്യിദാണെന്ന് പറഞ്ഞ ഹദീസിന്റെ എന്തറിയോ? അൽ ഖവാരിജു ഖിലാബുന്നാർ, ഖവാരിജ് നരകത്തിലെ പട്ടിയാണ് എന്ന് ചില റിവായത്തുകൾ കാണാം. മിക്ക സനദും ദുർബലാണ്, പക്ഷേ ആ പണ്ഡിതന്മാർക്കിടയിൽ അത് ചർച്ച ചെയ്യും. കാരണം എന്താ? ഒരുപാട് ആധിക്യം അതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജയ്യിദായിട്ട് ഉപയോഗിക്കാം എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രക്ക് പഴച്ച കക്ഷിയാണ്, അത്രക്ക് പഴച്ച കക്ഷി. നോക്കൂ, നേതൃത്വത്തെ ധിക്കരിച്ചു. എപ്പോഴാണ് നമുക്ക് നേതൃത്വത്തെ ധിക്കരിക്കാൻ പറ്റുക? നമ്മളെ നേതാവ് പിന്നെ എന്താണ്? നീതിയില്ലാത്തവനാണ്. നമ്മുടെ നേതാവ് നീതിയില്ലാത്തവനാണ്. നമ്മുടെ നേതാവ് സ്വഭാവ ദൂഷ്യമുള്ളവനാണ്. അയാളെ കൈപിടിയാൻ പറ്റുമോ? ഒഴിയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ അസ്സമു വത്തഅ എന്ന് താങ്കൾ പറയണ്ടല്ലോ, കേൾക്കുകയും അനുസരിക്കുകയും വേണം, സമഉം വത്തഅത്തും വേണമെന്ന് താങ്കൾ പറയണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ നേതാക്കന്മാർ ദുഷിച്ചവരാണെങ്കിലോ, അവർ അവരുടെ അവകാശങ്ങൾ എടുക്കുകയും ഞങ്ങളുടെ അവകാശങ്ങൾ തടയുകയും ചെയ്യുന്ന, അനീതി ചെയ്യുന്നവരാണെങ്കിലോ? ഹദീസിൽ കാണാം റസൂലുള്ള മുഖം തിരിച്ചു, മറുപടി പറഞ്ഞില്ല. വീണ്ടും അയാൾ ചോദിച്ചു, സഹാബി. അപ്പോഴും റസൂലുള്ള മുഖം തിരിച്ചു. മുഖം കോപം കൊണ്ട് വിവർണമായി, ദേഷ്യം പിടിച്ചു റസൂലുള്ളാഹിക്ക്. വീണ്ടും അയാൾ ചോദിച്ചു. മൂന്നാമത് അയാൾ ചോദിച്ചപ്പോ അയാളെ കൈ വേറെ സഹാബി പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലിനെ അത് ഇഷ്ടപ്പെടില്ല എന്ന് നിനക്ക് മനസ്സിലാവണില്ലേ? അപ്പോഴത്തേന് നബി തിരിഞ്ഞു നിന്നിട്ട് മറുപടി പറഞ്ഞു, അസ്സമഉ വത്തഅ, കേൾക്കണം, അനുസരിക്കണം. നിങ്ങളെ നേതാവ് ദുഷിച്ചവനായാലും നിങ്ങളെ നേതാവ് അനീതിയുള്ളവനായാലും വ്യക്തമായ കുഫ്ർ കാണുന്നത് വരെ നിങ്ങൾ അനുസരിക്കണം. നമ്മളെ ആദ്യത്തെ പ്രശ്നം എവിടെയാണ്? നമ്മൾ കുഫ്ർ കണ്ടിട്ടാണ് നമ്മളെ നേതൃത്വത്തിനെ പിടിഞ്ഞത്. എത്ര ആളുകൾക്ക് പറയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നിച്ചു പോയില്ലേ? മർക്കസ് ഉസ്താദ് ഭിന്നിച്ചു പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിസ്റ്റം ഭിന്നിച്ചു പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സുബൈരിയാക്കൾ ഭിന്നിച്ചു പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ് ഭിന്നിച്ചു പോയത് സക്കരിയ സലാഹിന്റെ അസരിയ ടീം ഭിന്നിച്ചു പോയി. നോക്കൂ, നമ്മുടെ നേതൃത്വത്തിന് ഇമാറത്തുള്ളവർക്ക് എന്തെങ്കിലും കുഫർ അവർ കണ്ടിരുന്നോ? നമ്മളെ നയിച്ചവർക്ക് KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ, AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ, മുഹമ്മദ് മദനി റഹിമഹുല്ലാ, TP അബ്ദുള്ള കോയ മദനി ഹഫിളഹുല്ലാ, എന്തെങ്കിലും കുഫർ അവരിൽ നിന്ന് കണ്ടിരുന്നോ?
ഏതെങ്കിലും വെറുക്കപ്പെട്ട ഒരു കുഫ്റവിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും വിഭാഗം കണ്ടിരുന്നോ? കണ്ടില്ല. എന്നിട്ട് ഭിന്നിച്ചു പോയി, എന്നിട്ട് മാറി നിന്ന്. നോക്കൂ, ഭിന്നിച്ചു പോയവർ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭിന്നിച്ചു പോയവരൊക്കെ എവിടം വരെ പോയി? ഭിന്നിച്ചു പോയവർ മുഴുവൻ നശിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണാം. മർക്കസ് ദഅവന്റെ ഹാലെന്താ? എല്ലാ യുക്തിവാദവും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ യുക്തിവാദവും. ഒരു ഈമാൻ എന്ന് പറഞ്ഞതില്ല. ഈമാൻ ഉണ്ടല്ലോ. എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊരുത്തപ്പെട്ടതും തൃപ്തിപ്പെട്ടതും എനിക്ക് ഇഷ്ടമുള്ളത് അല്ല പറഞ്ഞാൽ ഞാൻ അത് ഇസ്ലാമാണ് അംഗീകരിക്കും. എനിക്ക് ഇങ്ങനെ മനസ്സിലാവാത്തതും എൻ്റെ യുക്തിക്ക് യോജിക്കാത്തതും എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തതും എൻ്റെ ഇഷ്ടത്തിന് യോജിക്കാത്തതും അല്ല പറഞ്ഞാലോ ഞാൻ തള്ളും. ഇതാ ഈമാൻ? ഇതാണോ ഈമാൻ? ഇതിന് ഈമാൻ എന്ന് പറയില്ല. ഇത് എല്ലാ യുക്തിവാദികളുടെയും അഭിപ്രായമാണ്. മുസ്ലിമിന്റെ അഭിപ്രായം എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവൻ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവനാണ്, കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവനാണ്. അവൻ പഞ്ചേന്ദ്രിയം കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. പഞ്ചേന്ദ്രിയം കൊണ്ട് അവർക്ക് മനസ്സിലാവൂല. യുക്തിവാദത്തിന്റെ ഏത് സ്കെയില് വെച്ച് അളന്നാലും ഇത് ശാസ്ത്രവിരുദ്ധമാണ്. ഈമാൻ എന്നത് ശാസ്ത്രവിരുദ്ധാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിനെ ശാസ്ത്രീയവൽക്കരിച്ച് അവതരിപ്പിക്കാനാണ് മർക്കസ് ദഅവ നടക്കുന്നത്. ഇസ്ലാമിനെ ശാസ്ത്രീയവൽക്കരിക്കാൻ അതിനൊന്ന് കുടഞ്ഞാലുണ്ടല്ലോ, ഈമാൻ കാര്യത്തിന് ആദ്യം പോവാ. ഒരു മനുഷ്യൻ വിശ്വസിക്കാണ്, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മണത്തിട്ടില്ല, തൊട്ടിട്ടില്ല, അവനൊന്നും അവന്റെ പഞ്ചേന്ദ്രിയം കൊണ്ട് അവർക്ക് ഒരു നിലക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അവൻ വിശ്വസിക്കുക, ഗൈബിൽ വിശ്വസിക്കുക. അവൻ പറയാണ് അവൻ മരിച്ചാൽ അവന്റെ ആത്മാവിനെ പിടിക്കാൻ കുറച്ച് മലക്കുകൾ വരും. നീ കണ്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? നീ അനുഭവിച്ചിട്ടുണ്ടോ? നീ ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിനക്ക് ഒന്നറിയില്ല, ഒരു ചുക്കും അറിയില്ല. എന്നിട്ട് വിശ്വസിക്കുന്നു. സ്വന്തം മക്കൾ അവൻ്റെതാണ് എന്നതിനേക്കാൾ അധികം വിശ്വസിക്കുന്നു. എന്റെ മക്കൾ എന്റേതാണോ അല്ലേ, അതിനേക്കാൾ എനിക്ക് വിശ്വാസമാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞ അദൃശ്യമായ കാര്യം. ജീവിതാന്ത്യം വരെ ഞാൻ കാണില്ല, അറിയില്ല, മണക്കില്ല, തൊടില്ല, സ്പർശിക്കില്ല, പഞ്ചേന്ദ്രിയം കൊണ്ട് എനിക്കറിയില്ല. അതാണ് ഇസ്ലാം, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. ഇത് അതുപോലെ സ്വീകരിക്കണം, അതുപോലെ സ്വീകരിക്കണം. ഇപ്പൊ എന്താ, ഇപ്പോ സിഹറിന് ഹക്കീക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്. നമ്മളാണ് അന്ധവിശ്വാസം പിന്നെ അന്ധവിശ്വാസത്തെ പറ്റിയിട്ട് വിലയിരുത്താൻ പോണത്. മർക്കസ് ദഅവ പറഞ്ഞുകൊണ്ടിരിക്കുക സിഹറിന് ഹക്കീക്കത്തുണ്ടെന്ന്. ആരാ പഠിപ്പിച്ചത്? അള്ളാണ് പഠിപ്പിച്ചത്. സൂറത്ത് ഫലഖിലാണ് പഠിപ്പിച്ചത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. എന്താ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്? എന്താ? ഉഖദിൽ നഫ്ഫാസാത്ത് നടത്തുന്നവൻ. നഫ്ഫസ എന്ന് പറഞ്ഞാൽ എന്താ? നഫ്ഫസ എന്ന് പറഞ്ഞാൽ ഉമിനീര് തെറിക്കുന്ന രൂപത്തിൽ ഊതുന്നവൻ. എവിടെ? ഉഖദിൽ, കെട്ടിൽ. കെട്ടിൽ ഉമിനീര് തെറിക്കുന്ന വിധത്തിൽ ഊതുന്നവൻ. അവനാണ് ആര്? നഫ്ഫാസാത്ത്. ആരാണവൻ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അസ്സബാഹിർ, സാഹിർ. അവൻ ആരാണ്? സാഹിർ, സിഹർ ചെയ്യുന്നവൻ. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു സിഹർ ചെയ്യുന്നവൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു സിഹർ ചെയ്യുന്നവൻ. ആയിഷ ബീവി പറഞ്ഞു സിഹർ ചെയ്യുന്നവൻ. മർക്കസ് ദഅവക്ക് പറ്റൂല. ഇബ്നു അബ്ബാസിന് കുഴപ്പമില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുഴപ്പമില്ല, ആയിഷ ബീവി കുഴപ്പമില്ല, അനസ് ഇബ്നു മാലിക്കിന് കുഴപ്പമില്ല, സുബൈർ റളിയല്ലാഹു അൻഹു കുഴപ്പമില്ല, ത്വൽഹ റളിയല്ലാഹു അൻഹു കുഴപ്പമില്ല. ഇവരിനൊക്കെ നിവേദനം ഉണ്ട്. ആരാണ് നഫ്ഫാസാത്ത്? കെട്ടുകളിൽ ഊതുന്നവൻ ആരാണ്? അത് സാഹിറാണ്, സാഹിറാണ്. അത് പുറത്തു പറയാൻ പറ്റൂല. കാരണം എന്താ? നമ്മൾ വിശ്വസിക്കും. അള്ളാഹ് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു. എവിടെയുള്ളത്? ഇമാം ബുഖാരിയിലുണ്ട്. ചോദിക്കാണ് നമ്മളോട് മസ്ഹൂറാണോ നബി? എന്നിട്ട് ആയത്തോതും. മർക്കസ് ദഅവ എന്നിട്ട് ആയത്തോതും. എന്താ? നബി മസ്ഹൂറാണോ, നബി മസ്ഹൂറാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആയത്തോത. ഏതാ ആയത്ത്? ഇത് യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. സൂറത്ത് ഇസ്രാഇന്റെ 47-ാമത്തെ ആയത്താ.
മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇത് യഖൂൽ, അവർ പറയും, പിന്നെ ളാലിമീങ്ങൾ പറയും, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, ഇവൻ സിഹർ ചെയ്യപ്പെട്ട മനുഷ്യനെയാണ് ഇവർ പിൻപറ്റുന്നത്. അപ്പൊ നബി മസ്ഹൂറാണ്, സിഹർ ചെയ്യപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാണ്. ബുഖാരിന്റെ ഹദീസ് ഖുർആനെതിരാണ്. ഇമാം ബുഖാരിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഖുർആനെതിരാണെന്ന്. ലോകത്ത് ഈ ഹദീസ് നിവേദനം ചെയ്ത എത്രയോ മുഹദ്ദിസുകൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് ഖുർആനെതിരാണ്. ലോകത്ത് ഈ ഹദീസിനെ പറ്റിയിട്ട് മർക്കസുദ്ദഅവയല്ലാതെ ഖുർആനെതിരാണെന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടില്ല. മർക്കസുദ്ദഅവയല്ലാതെ. ആലോചിക്കുക, ഈ ആയത്തിൽ എന്താ പഠിപ്പിക്കണത്? എല്ലാരും പറഞ്ഞു എന്താ? വനജ്വാഹും അൻ സഅമു അന്നഹു മജ്നൂൻ. അവിടുത്തെ മസ്ഹൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മജ്നൂനാണ്. ഇമാം തോബിരിയാണ് പറഞ്ഞത്. ഇനി ഇബ്നു കസീർ പറഞ്ഞത് എന്താ? വമിൻഹും മൻ ഖാല മജ്നൂൻ വമിൻഹും മൻ ഖാല സാഹിർ. അവരിൽ ചിലർ, മക്കാ മുശ്രിക്കുകളിൽ ചിലർ പറഞ്ഞു മസ്ഹൂർ ആണെന്ന് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താ? സിഹർ ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മജ്നൂനാണ്, ഭ്രാന്തനാണ്, അല്ലെങ്കിൽ സിഹർ ചെയ്യുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് അവരത് പറഞ്ഞത്. എല്ലാ മുഹദ്ദിസുകളും പറഞ്ഞു. അപ്പോൾ എന്താണ്? അപ്പൊ നമ്മളെ മർക്കസുദ്ദവക്കാരൻ ഇത് നിഷേധിക്കാം. നിങ്ങൾ നോക്കുക, ഇവിടുന്ന പിടുത്തം വിട്ടത് നേതൃത്വത്തെ ധിക്കരിച്ചോടത്തും തുടങ്ങിയതാ. ഇത് ഞാൻ വെറുതെ പറഞ്ഞ നമുക്കൊക്കെ പാടാണ്. നിങ്ങൾ എന്നാണ് നിങ്ങളെ നേതൃത്വത്തിനെ ധിക്കരിക്കുന്നത്? നിങ്ങളെ നേതൃത്വത്തെ നിങ്ങൾ ധിക്കരിക്കുന്നെന്നാണോ അന്ന് തൊട്ട് ലൊലാലത്തിലേക്ക് നടന്നു തുടങ്ങുന്നത്. നമ്മളെല്ലാം നടന്നു തുടങ്ങും. അത് സംഘടനാപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ എടുക്കണ്ട. സംഘടനാപരമല്ല, മതപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് തന്നെ എടുക്കണം. അതുകൊണ്ട് ലോകത്ത് ഇമാം നവവി പറഞ്ഞെന്തറിയോ? ഇമാം നവവി പിന്നെ ഉദ്ധരിച്ചത്, പിന്നെ ജംഹൂറുൽ ഉലമാ അലാ ഇസ്ബാത്തി സിഹ്ർ വ ഇന്ന ലഹു ഹഖീഖത്തുൻ. പണ്ഡിതന്മാരിലെ ജംഹൂറായ അഭിപ്രായം, മഹാഭൂരിപക്ഷാഭിപ്രായം എന്താണ്? സിഹറിന് ഹക്കീക്കത്തുണ്ട്. ഖുർആൻ സുന്നത്തും പറഞ്ഞതാ. തുച്ഛം വിരലിൽ എണ്ണാവുന്ന കുറച്ച് പണ്ഡിതന്മാരാണ് അതിന്റെ ഹക്കീക്കത്തിന് നിഷേധിച്ചത്. അവർ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെക്കാൾ അവരെ പിന്നെ മുഅ്തസിലി പണ്ഡിതന്മാർ സ്വാധീനിച്ച പണ്ഡിതന്മാർ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തന്നെയാണ്, പക്ഷെ മുഅ്തസിലി ചിന്ത സ്വാധീനിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണ്. അവരല്ലാത്ത ബാക്കി എല്ലാവരും പിന്നെ സിഹറിനെ അംഗീകരിച്ചു. നബിക്ക് സിഹർ ബാധിച്ചു. എന്താ നബിക്ക് സിഹർ ബാധിച്ചു? നബി ഇങ്ങനെ ഭ്രാന്തനായി എന്നാണോ ഹദീസിലുള്ളത്? 6 മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു. ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഞാൻ സ്വീകരിക്കണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ നോക്കും, ബുഖാരി ഈ സ്വഹീഹ് എഴുതിയിട്ട് അതിന് മുമ്പോ പിമ്പോ ഒരു മനുഷ്യൻ ഇതിനെതിരെ പറഞ്ഞിട്ടില്ല. എന്താ 6 മാസക്കാലം റസൂലുള്ളാഹിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞെന്താ? എന്താ നബിക്ക് ഉണ്ടായത്? നമ്മളത് പഠിക്കണമല്ലോ. എന്താ റസൂലുള്ളാഹിക്ക് ഉണ്ടായത്? അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഹദീസുകളിൽ കാണാം. എന്താ? യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വലാ യഫ്അലു. ചില കാര്യം നബിക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നബി പിന്നെ ചെയ്തു എന്ന് നബിക്ക് തോന്നും, നബി ചെയ്തിട്ടുണ്ടാവൂല. അത്രേ ഉള്ളൂ. ചില സമയത്ത് നബിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, മാനസികമായ കൺഫ്യൂഷൻ ഉണ്ടാകും. ഹദീസിൽ കൃത്യമായിട്ട് വന്നിരിക്കുക. നബിക്ക് തോന്നലുണ്ടാകും, ആ ഭാര്യയുടെ അടുത്തേക്ക് താൻ പോയോ പോയില്ല. ഈ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കൺഫ്യൂഷൻ ആരാ തിരിച്ചറിഞ്ഞത്? നബി തന്നെ. ഈ 6 മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തി, ഒരു ഖുതുബയിൽ പോലും തെറ്റുപറ്റിയിട്ടില്ല. ഈ 6 മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിന് നേതൃത്വം നൽകി. ഒരു നിസ്കാരത്തിന് പോലും റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നിസ്കരിക്കാൻ നബിന്റെ പിന്നിൽ നിന്ന് ഒരാൾക്ക് നബിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. നബി യുദ്ധം ചെയ്തു, അന്താരാഷ്ട്ര കരാറുകൾ ചെയ്തു, കുടുംബജീവിതം നയിച്ചു, ഭാര്യന്റെ ഒപ്പം ജീവിച്ചു. ഭാര്യക്ക് തോന്നിയോ? ഇല്ല. നബി അങ്ങോട്ട് പറയാണ്, ആയിഷ എനിക്ക് എന്തോ പ്രശ്നം തോന്നാണ്, എനിക്ക് ഞാൻ ചെയ്തത് ചെയ്തതും പോലെ എനിക്ക് ചില ഫീലിങ്സ് ഉണ്ടാകുന്നു, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ 2 മലക്കുകൾ വന്നു, ഈ മനുഷ്യന് പിന്നെ സിഹർ ചെയ്തിട്ടുണ്ടല്ലോ, എവിടാണ് സിഹർ ചെയ്തത്? ഇന്ന സ്ഥലത്ത്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കാൻ റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആയിഷ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചതിന് അള്ളാഹു എനിക്ക് മറുപടി നൽകി, എനിക്കെതിരെ നജൂദൻ സിഹർ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് 2ാമത്തെ ഘട്ടത്തിൽ മുഅബ്ബദത്തൈനി ഇറങ്ങുന്നത്. മുഅബ്ബദത്തൈനി 2 പ്രാവശ്യം അവതരിച്ചിട്ടുണ്ടല്ലോ. നാസും ഫലക്കും, സൂറത്തു നാസും സൂറത്തു ഫലക്കും 2 പ്രാവശ്യം അവതരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സിഹർ ബാധിച്ചപ്പോൾ അതിന്റെ പ്രതിവിധിയായിട്ടാ നാസും ഫലക്കും ഓതിയാൽ ഒരു ശൈത്താനും നമുക്ക് വരൂലാന്ന് ആ ഹദീസിന് തെളിഞ്ഞു. ഇതാണ് നിഷേധിച്ചടക്കുന്നത്. ഇത് നിഷേധിച്ച് നടന്ന് ഇപ്പൊ എന്തായെന്നറിയോ? ഇപ്പോൾ നാളൊരു പ്രസംഗം കേൾക്കുക, എനിക്ക് തോന്നുന്നത് കരിമ്പലാക്കലാണെന്നാണ് തോന്നുന്നത്. അയാൾ പ്രസംഗിക്കാണ്, ഒരു ഹദീസ് ഉണ്ട്,
സ്വഹീഹാണ് ഹദീസ്. ഹദീസിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഹദീസിൽ പറയുന്നത് പിന്നെ ആരെങ്കിലും അജവ കാരക്ക പിന്നെ വെറും വയറ്റിൽ 7 എണ്ണം തിന്നാൽ അന്ന് അവനെ വിഷം തീണ്ടുകയില്ല, സിഹർ ബാധിക്കുകയില്ല. ആ ഹദീസിനെ പച്ചക്ക് കളിയാക്കുക. ആ ഹദീസിനെ പറ്റിയിട്ട് പറയാണ്, എന്നാ ഞങ്ങൾ അജവ കാരക്ക വാങ്ങിച്ചുതരാം, നിങ്ങൾ വെറും വയറ്റിൽ തിന്നിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് വിഷം കുടിച്ച് കാണിച്ചത്, നിങ്ങൾക്ക് ഒന്നും പറ്റൂല എന്നുള്ളത്. കൂട്ടരെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഏതാ പറയാതിരിക്കാൻ പറ്റാ? നിങ്ങൾ നോക്കൂ, നമ്മുടെ സുബൈക്ക് ശേഷം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ദിക്ർ ചൊല്ലിയ 10 പ്രാവശ്യം ചൊല്ലിയ മഗ്രിബ് വരെ നമ്മളെ ആര് പ്രൊട്ടക്ട് ചെയ്യും? മലക്ക് പ്രൊട്ടക്ട് ചെയ്യും. കേട്ടില്ലേ നിങ്ങളൊക്കെ ചെല്ലാറില്ലേ? ശരി അല്ലേ? ചെല്ലാറില്ലേ? നിങ്ങളോട് ഞാൻ ചോദിക്കണേ, നിങ്ങളെ മലക്ക് പ്രൊട്ടക്ട് ചെയ്യുമോ? 10 പ്രാവശ്യം ചൊല്ലിയ പ്രൊട്ടക്ട് ചെയ്യുമോ? പ്രൊട്ടക്ട് ചെയ്യും. ഉറപ്പുണ്ടോ? ഉറപ്പാണ്. എന്നാ സുബൈക്ക് ശേഷം 10 പ്രാവശ്യം ചൊല്ലിയിട്ട് കൊടുങ്ങല്ലൂരത്തെ 10 നില കെട്ടിടത്തിന് മേലെ ചാടി കാണിക്കും, മലക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതല്ല ഇപ്പോൾ കരിമ്പലാക്കിൽ പറഞ്ഞുണ്ടാക്കിയതിന്റെ മറ്റൊരു വേർഷൻ. ഏത് ദിക്റാണ് ഇങ്ങനെ ചോദിക്കാൻ പറ്റാതിരിക്കുക? ഏത് ദിക്ർ അങ്ങനെ ചോദിക്കാതിരിക്കുക? പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹിന്റെ എല്ലാ സൃഷ്ടികളുടെ ശർറിൽ നിന്നും രക്ഷപ്പെടും. ഒരാൾ ചോദിക്കാൻ, അതെ എന്നാ അത് ചൊല്ലിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പുഴയിലൊന്ന് ചാടി കാണിച്ചത്. ഇങ്ങനെ ചോദിക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ചോദിക്കാൻ നിന്നാൽ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലി അതിന്റെ ഗുണം കിട്ടുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട, അള്ളാഹ് പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇങ്ങോട്ട് വരുന്ന ആപത്ത് തടയുന്ന നിങ്ങൾ അങ്ങോട്ട് പോയി തലയിട്ട് കൊടുക്കണ്ട. തലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആപത്ത് ഉണ്ടാവും എന്നുള്ള അള്ളാന്റെ വ്യവസ്ഥയാണ്. ആരെങ്കിലും വിഷമെടുത്ത് കുടിക്കണ്ട, അറിയാതെ എന്തെങ്കിലും വിഷം തീണ്ടിയാൽ അവന് അജവാകാരക്കന്റെ ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ടതിന് പകരം തവക്കലാക്കേണ്ടതിന് പകരം നിഷേധിക്കാം. ഇങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ എന്തൊക്കെ നിഷേധിക്കണം നോക്കൂ. ഹദീസിനേക്കാൾ ബുദ്ധിശൂന്യമായ കഥ, ഭാഷ അനുസരിച്ചിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈമാനാണ്. ഹദീസിനേക്കാൾ ബുദ്ധിക്ക് വിരുദ്ധമായ കഥ ആര് പറഞ്ഞിട്ടുണ്ട്? ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യ ഒരു കഥ നിങ്ങളോട് പറയാം. എല്ലാവരും പെണ്ണുങ്ങളൊക്കെ കേൾക്കണില്ലേ? ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ, നിങ്ങൾ വിശ്വസിക്കോല്ലേ പറയാനേട്ടാ, അത് നിങ്ങൾ അറ്റത്ത് വഹിക്കണേ കാറ്റിന. ഞാൻ വിചാരിച്ച് ബഹിഷ്കരിച്ച് പിന്മാറി വിചാരിച്ച്. അപ്പൊ നോക്കി, ഒരു കഥ. ഒരാള് ഒരു കപ്പലിൽ യാത്ര ചെയ്യും. കഥ ശരിക്കും നിങ്ങൾ കേട്ടോ, വേറെ ഉള്ളിടത്ത് സാമ്യം ഉണ്ടോന്നൊന്നും അന്വേഷിക്കണ്ട, നിങ്ങളൊരു കഥ ആയിട്ട് വെക്ക്. ഒരാൾ ഒരു കപ്പലിൽ യാത്ര ചെയ്തു. അങ്ങനെ കപ്പൽ ഏകദേശം നടുക്കടലിലെത്തിയപ്പോൾ അയാളെ പിടിച്ച് കുറച്ചാൾക്കാർ കപ്പലിൻ്റെ കപ്പലിൽ എടുക്കിടുന്നു, കടലിൽ കിടുന്നു. ഇയാൾ കടലിൽ മുങ്ങി പോകുന്ന സമയത്ത് ഒരു തിമിംഗലം വന്നിട്ട് ഇയാളെ വിഴുങ്ങുന്നു. അങ്ങനെ തിമിംഗലം അയാളെ കൊണ്ട് എവിടേക്ക് പോയി? കടലിൻ്റെ അഗാധതയിലേക്ക് പോയി. 3 ദിവസം അയാൾ തിമിംഗലത്തിന്റെ വയറിൻ്റെ ഉള്ളിലിരുന്നു. ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഈ പ്രയാസത്തിന് രക്ഷിക്കണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയപ്പോൾ അള്ളാഹ് പ്രാർത്ഥന കേട്ടു. തിമിംഗലം ചാടി കുണ്ടിൽ നിന്ന്, ഏത് കടലിന്റെ പിന്നെ അടിത്തട്ടിൽ നിന്ന് തിമിംഗലം ചാടി കരയിലേക്ക് വന്നു. കരയിൽ വന്നിട്ട് ആ വായ തുറന്നിട്ട് അയാളെ കക്കി പുറത്തിട്ടു. അപ്പോൾ അയാൾ മുടിയൊക്കെ സീകി ശരിയാക്കിയിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ദൈവത്തടത്തി. നിങ്ങൾ വിശ്വസിക്കോ? ഈ കഥ വിശ്വസിക്കോ? വിശ്വസിക്കുമല്ലോ, പറയും. ഉറപ്പാണോ സത്യം ഈ കഥ? കൊന്നാലും സത്യം എന്ന് പറയില്ലേ? ഈ കഥ, ഇങ്ങനൊരു കഥ അല്ലല്ലാത്ത വേറെ ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കോ? കൊന്നാലും വിശ്വസിക്കോ? ഇതാണ് ഈമാൻ. മനസ്സിലായോ? ഇത് മർക്കസ് ദവക്കാരനക്ക് തിരിഞ്ഞിട്ടില്ല. ഈ കഥനയിലും വലിയ അബദ്ധമൊന്നും സിഹറേതയിലില്ലല്ല. ശരി, ഞാൻ അടുത്തൊരു കഥ കൂടി പറഞ്ഞുതരാം. നിങ്ങളെ പള്ളിയിലൊരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഞാൻ ഗർഭിണിയാണ്, പക്ഷേ എന്നൊരു പുരുഷനും തൊട്ടിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കുമല്ലോ. പള്ളിയിലൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇല്ല. പക്ഷെ ഈശാനബിന് ഉമ്മ പറഞ്ഞാലോ നിങ്ങൾ വിശ്വസിക്കൂ അല്ലേ? നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രവിരുദ്ധാണത്. എന്താ അറിയാം? അണ്ടബീജ സങ്കലനത്തിലൂടെ എന്തുണ്ടാവും? ഗർഭമുണ്ടാവും. സിക്താണ്ടുണ്ടാവണമെങ്കിൽ അണ്ടവും ബീജവും, അർദ്ധകോശമായ അണ്ടവും അർദ്ധകോശമായ ബീജവും യോജിക്കണം. അത് ചേർന്നാലേ സിക്താണ്ടാവും, ഗർഭാവും. അണ്ടം കൊണ്ട് ഗർഭമുണ്ടായി എന്ന് പറഞ്ഞാൽ, പിന്നെ ബീജില്ലാതെ അണ്ടം കൊണ്ട് ഗർഭമുണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കൂല. ലോകത്തേത് പെട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല. പക്ഷെ മറിയം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്തേ? സയൻസിനെ നിങ്ങൾ എടുത്ത് തോട്ടിലെറിയും. ആ മറിയത്തിന്റെ കാര്യത്തിൽ സയൻസിനെ നിങ്ങൾ തോട്ടിലെറിയും.
നോക്കൂ, ഒരു മനുഷ്യങ്ങളോട് വന്നിട്ട് പറയാണ്, ഞാനൊരു പക്ഷിനെ പിടിച്ചു, 4 പീസാക്കി, 4 മലയുടെ അവിടെ കൊണ്ടുപോയി വെച്ചു, എന്നിട്ട് ഞാൻ കൈ കൊട്ടിയപ്പോൾ 4 പീസും ചേർന്ന് പക്ഷി പറന്നു വന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കൂലേ? ആര് പറയണം? ഇബ്രാഹിം നബി പറയണം. ബാക്കി ലോകം മുഴുവൻ പറഞ്ഞാലോ ഓടാവിടുന്ന് കള്ളക്കാതായിട്ട് ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ തള്ളും. ഇതാണ് ഈമാൻ. മനസ്സിലായില്ല? ഇത് മർക്കസുദ്ദവക്ക് ചോർന്നൊലിച്ചു. അതുകൊണ്ട് തന്നെ മർക്കസുദ്ദവയുടെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, എവിടുന്ന് തുടങ്ങിയത് ഈ പറഞ്ഞ നേതൃത്വത്തെ കുഫ്ർ കാണാതെ കൈപിടിഞ്ഞു. കുഫ്ർ കാണാതെ നേതൃത്വത്തെ നമ്മൾ പിണങ്ങും, നേതൃത്വത്തെ നമ്മൾ തല്ലൂടും, നേതൃത്വത്തെ നമ്മൾ പല വിഷയം ഉണ്ടാവും, പക്ഷേ കൈവിടൂല. മനസ്സിലായില്ല? പിണങ്ങലും കൈവിടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങൂലേ, പക്ഷെ ഡിവോഴ്സ് ആവൂല, അല്ലേ? ഡിവോഴ്സ് ആവൂല. കൊന്നാലും ഡിവോഴ്സ് ആവാൻ പാടില്ല. പിണക്കൊക്കെ ഉണ്ടാവും, ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, അത് മനുഷ്യര് ചേർന്നിടത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഞാൻ ഈ പറഞ്ഞത് മർക്കസുദ്ദവക്ക്. ഇനി വിഷ്ടത്തിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കും. എന്നാ വിഷ്ടത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടം വരെ അവർ പോയി, എവിടം വരെ പോയി. ഇന്നിപ്പോ ശൈത്താനോട് ചോദിച്ചാൽ സമസ്ത പറയുന്ന പോലെ അതേപോലെ വാദങ്ങൾ, സമസ്തന്റെ വാദം പോലായി മാറിയ അവസ്ഥ. സമസ്തന്റെ വാദം എന്താ? സൃഷ്ടികൾക്ക് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കല്ല. ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ എന്തല്ല? ശിർക്കല്ല. ജിന്നുകൾക്ക് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കല്ല. മലക്കുകൾക്ക് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കല്ല. ഒക്കെ പോട്ടെ, ശൈത്താൻ ലോകത്ത് ഇങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടായിട്ടുണ്ടാവില്ല. ശൈത്താനോട് സഹായം തേടിയാലും ഉത്തരം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ സംശയമുണ്ട് വിഷ്ടത്തിന് അങ്ങനെ വാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. വിഷ്ടത്തിന്റെ വാദം ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ ഹറാമാണെന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ പിന്നെ ചോദിക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ വസീലത്ത് ശിർക്കെന്നല്ലേ പറഞ്ഞത്, ഇങ്ങനൊക്കെ പറയും. പക്ഷെ വിശ്വാസം എന്താ? വിശ്വാസം ശൈത്താനോട് ചോദിച്ചാൽ ഉത്തരം ചെയ്യും. ഇതല്ല അവരുടെ വിശ്വാസം. കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? വിസ്ഡം വിശ്വസിക്കുന്നുണ്ടോ? ശൈത്താനോട് ചോദിച്ചാൽ ശൈത്താൻ ഉത്തരം ചെയ്യും എന്ന് വിസ്ഡം വിശ്വസിക്കുന്നുണ്ട് എന്ന അഭിപ്രായമുള്ളവരുന്ന് കൈപ്പൊക്കിയേ. എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ശൈത്താനോട് ചോദിച്ചാൽ ശൈത്താൻ ഉത്തരം ചെയ്യും എന്ന് വിസ്ഡം വിശ്വസിക്കുന്നുണ്ട്. ആരുല്ല? അന്ന് ശൈത്താനോട് ചോദിച്ചാൽ ശൈത്താൻ ഉത്തരം ചെയ്യും എന്ന് വിസ്ഡം വിശ്വസിക്കുന്നില്ല എന്ന അഭിപ്രായമുള്ളവർ കൈപ്പൊക്കിയേ. അതുല്ലേ? രണ്ടുമില്ലേ? ഇനിയിപ്പോ ഞാൻ പൊട്ടനാണോ അല്ലേ എന്നുള്ള സംശയം ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് വേണ്ടേ? ഷക്കിലാണ് അല്ലേ? ഷക്കിലാണ്. ഓക്കെ, ഷക്കിലാണ്. ഞാൻ അത് തീർത്തരാം, കൃത്യമായിട്ട് തീർത്തരാം. ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ? ഹയ്യ്, ഹാദിർ, ഖാദിർ എന്നുള്ള വിശ്വത്തിന്റെ ഷർത്ത് കേട്ടിട്ടില്ലേ? പണ്ട് മുസ്ലിം ഉണ്ടായിരുന്നു, ഇപ്പൊ മുസ്ലിമിന് തട്ടി ശൈത്താൻ കൂടെ വന്നിട്ട് 3 ഉള്ളപ്പോ ഏതാ? ഹയ്യ്, ഹാദിർ, ഖാദിർ. ഈ ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവുള്ളവൻ. എന്ത് കഴിവുള്ളവൻ? അല ഇആനതിക്, നിന്റെ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ കഴിവുള്ള, അതാണ് ഖാദിർ. ഖാദിർ എന്ന് പറഞ്ഞാൽ അപകടം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ, അതാണ് ഖാദിർ. അതാണ് ഖാദിർ. അപ്പൊ ഹയ്യും ഹാദിറും ഖാദിറുമായ ശൈത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജീവനുള്ള, ഹാജറുള്ള, കഴിവുള്ള ശൈത്താൻ. ഏത് കാര്യം മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം ചെയ്തു തരാൻ പറ്റും, ശൈത്താനും ചെയ്തു തരാൻ പറ്റും. ഇതാണ് ഖാദിർ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഖാദിർ എന്ന് പറയുന്നത്. ആ ഖാദിർ എന്ന് വിശ്വസിക്കാതെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, ശൈത്താനെ സഹായിക്കണം, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല എന്നാണെങ്കിൽ അത് ശിർക്കാണ്, കഴിവില്ല. പറ്റുന്നാകുമ്പോഴാണ് അത് ശിർക്കല്ലാതെ വരിക. അപ്പൊ നിങ്ങൾ ആലോചിക്കൂ, ജിന്നിനോടുള്ള സഹായം തേടുക എന്നത് ശിർക്കല്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ജിന്നുകളോട് ഭൗതികമായ സഹായം ചോദിച്ചാൽ ചെയ്തു തരാൻ പറ്റും എന്ന് വിശ്വസിക്കണം. അവർക്കതിനുള്ള കഴിവുണ്ട്, അതിനവർ ഖാദിറാണ്, അതിനുള്ള ഖുദ്റത്തുണ്ട് എന്ന് വിശ്വസിച്ചതിന് ശേഷമേ അവയോടുള്ള സഹായത്തട്ടം ശിർക്കല്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഒരാളുടെ വിശ്വാസം എന്താണ്? ജിന്നുകളോട് ഞാൻ സഹായം തേടിയാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റൂല. അപ്പൊ പിന്നെ ചോദിച്ചാൽ കഴിവില്ലാത്ത കാര്യം ചോദിച്ചു, ശിർക്കായി. ആദ്യം അഖീദ പഴക്കണം. ഏത് ശിർക്ക് വരണമെങ്കിൽ ആദ്യം വിശ്വാസം പഴക്കണം. വിശ്വാസം പഴക്കണം. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ അവർ വിശ്വസിക്കുന്നു, വിസ്റ്റം വിശ്വസിക്കുന്നു. ഇത് കൃത്യമായിട്ട് അറിയാത്ത കുറച്ച് വിസ്റ്റത്തിന്റെ ആൾക്കാരുണ്ട്. അവരിത് കേൾക്കുമ്പോൾ തലയിറങ്ങി വീഴും. പടച്ചവനെ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് കൂടിയില്ല എന്ന് പറയും. ഇത്
2009 ഇറങ്ങിയ മാർച്ച് മാസത്തിൽ ഇറങ്ങിയ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള പിന്നെ ഇസ്ലാഹ് മാസികയാണ്. ഈ ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹത്തിന്റെ വാദം എന്താ അറിയോ? ഇപ്പൊ ഇവർ പറഞ്ഞത് ഹറാമെന്നല്ലേ, ജിന്നോട് സഹായം തേടുന്നത് ഹറാമുമല്ല എന്നാണ്. ഹറാമുമല്ല എന്നാണ് ഞാൻ പറഞ്ഞു തരാം. സലാം സുല്ലമി ഇസ്ലാഹ് മാസികയിൽ ഇസ്ലാഹ് മാസികയെ സലാം സുല്ലമി കോട്ട് ചെയ്ത് ഷബാബിൽ ഒരു ലേഖനം എഴുതി. എന്താ ലേഖനം എന്നറിയോ? ഇവർ മുജാഹിദുകൾ മൗലവി വിഭാഗം എന്നുവെച്ചാൽ നമ്മൾ കേന്നം വിഭാഗം എന്ത് ചെയ്തിരിക്കുന്നു? ജിന്നുകളോട് സഹായം തേടുന്നത് ഷിർക്കല്ല ഹറാമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഷിർക്കല്ല ഹറാമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ ജബ്ബാർ മൗലവി അതിനെ ഖണ്ഡിക്കാണ്. എന്താ? കിട്ടിപ്പോയി എന്നും വെച്ച് അവിടെ ചാടി വീണു. ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല ഹറാമത്രേ എന്ന് അപ്പോഴേക്കും ഇത് ഞാൻ വെണ്ടക്ക നിരത്തി. സലാം സുല്ലമി വെണ്ടക്ക നിരത്തി. ഇത് നുണയല്ലേ? ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മറുപടിയിൽ നിന്ന് അത് ഹറാമായി അംഗീകരിച്ചതായി? വെറുതെ എന്തെങ്കിലും പറയലാണോ മര്യാദ? ഹറാമായിട്ട് ആരംഗീകരിച്ചിട്ടില്ല? ജബ്ബാർ മൗലവി അംഗീകരിച്ചിട്ടില്ല. ഹറാമായി അംഗീകരിക്കാത്തവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇനിയിപ്പോ ഹറാമായി അംഗീകരിച്ചിട്ട് എന്താ കാര്യം? ജിന്നിനോട് മൊഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് തേടുന്നത് ഹറാമാണ്. തേടിയാൽ ചെയ്തു തരാൻ മൊഹീദ്ദീൻ ഷേഖിന് കഴിവുണ്ടോ? കഴിവുണ്ട്, പക്ഷെ തേടാൻ പാടില്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ വിശ്വസിക്കാണ് മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് പാപമാണ്, മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് വസീലത്തു ശിർക്കാണ്, മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് ഹറാമാണ്. അപ്പൊ എന്നോട് ചോദിക്കാം, ശരി അത്രക്കാണോ നിന്റെ വിശ്വാസം? എന്നാ തിരിച്ചോന്ന് ചോദിക്കട്ടെ, മൊഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് ചോദിച്ചാൽ മൊഹീദ്ദീൻ ഷേഖിനെ രക്ഷിക്കാൻ പറ്റൂലേ? അതൊക്കെ പറ്റും, അതിനുള്ള കുതിർത്തുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ ഹറാമ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹറാമ് പറഞ്ഞിട്ട് മറ്റേ പറഞ്ഞല്ലോ, കള്ളു കുടിച്ചോണ്ടിരിക്കണോനിക്ക് ടച്ചിങ്സിനായിട്ട് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മളെ കക്കറച്ചി കൊണ്ട് വെച്ചെടുത്ത് പറഞ്ഞു നമുക്ക് പറ്റില്ല കറാഹത്താണ്. ഇത് നമുക്ക് പറ്റില്ല കറാഹത്ത് എന്നറിഞ്ഞു മൂപ്പും അവൻ കള്ളുടിച്ചോണ്ടിരിക്കുന്ന ടച്ചിങ്സ് ഉണ്ടാവില്ലേ, കള്ളുടിമാർക്ക് ഇങ്ങനെ തോണ്ടി നാവുമ്പോ വെക്കാണല്ലോ ഇടക്കിടക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കക്കറച്ച് വെച്ചിട്ട് ഞെണ്ടരച്ച് വെച്ച് കൊടുത്തു. അപ്പൊ അവൻ പറയാ ഞെണ്ടരച്ച് വെച്ചപ്പോ ഇത് നമുക്ക് പറ്റില്ല കറാഹത്താണ്. ഇവൻ എന്ത് കറാഹത്ത്? കള്ളു മൂന്നുണ്ട്, ഇനി കറാഹത്ത് നോക്കി കിടക്കണോ എന്നും പറഞ്ഞ പോലെ ഈ പറഞ്ഞ മൊഹീദ്ദീൻ ഷേഖ് രക്ഷിക്കണേ വിളി ഹറാം, വിളിച്ചാൽ സഹായിക്കാൻ പറ്റും, അതൊക്കെ പറ്റും. പിന്നെന്തിനാ നീ വിളിക്കണത്? അതോടുകൂടി നീ പഴച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ജിന്നെ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഭൗതികമായ കാര്യങ്ങൾ, അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, അത് ചോദിച്ചാൽ ചെയ്തു തരാൻ പറ്റോ? അത് ചെയ്തു തരാൻ പറ്റും, പക്ഷെ വിളിക്കൽ ഹറാമാണ്. പിന്നെന്തിനാ നീ വിളിക്കണത്? ഇതാണ് വിസ്ഡം. ഇതെവിടുക്കാ പോയത്? എവിടുന്നാ പോയത്? നേതൃത്വത്തെ കുഫ്ർ കാണാതെ നേതൃത്വത്തെ കൈവിട്ടു പോയി, നേതൃത്വത്തെ കൈയൊഴിഞ്ഞു പോയി. ഇനി സുബൈർ മങ്കടൻ ടീമിന്റെ കാര്യം എടുത്തു നോക്ക്, അവരുടെ അവസ്ഥ എന്താ? ചിന്ന ഭിന്നായി പോയി. സലഫിയത്ത് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കണൊക്കെ എന്താണ്? സാധാ പിന്നെ സഊദിയൻ പണ്ഡിതന്മാരെന്ന് പറഞ്ഞു അതങ്ങനെ എടുത്ത് വിടുക്ക് വിഴുങ്ങാണ്. ഇപ്പോ തറാവീഹിന്റെ വിഷയം മാറിപ്പോയില്ലേ? എത്ര നിസ്കരിക്കാം? അസരിയാക്കൾ സക്കരിയ സലാഹിന്റെ ആൾക്കാർ അസരിയാക്കള വാദം എന്താ? പുതിയ പിന്നെ അൽ ഇസ്ലാഹ് മാസികയിൽ അസരിയാക്കൾ എഴുതി, സക്കരിയ സലാഹിന്റെ ആൾക്കാർ എഴുതി തറാവീഹ് എത്ര നിസ്കരിക്കാം? 23 ആവാം, എത്ര ആവാം? നമ്മളെ നിലപാടിൽ നിന്ന് പോയി. നമ്മൾ പറഞ്ഞ നിലപാട് എന്താ? ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് റമളാനിലോ അല്ലാത്തപ്പോഴോ 11-ലധികം റസൂലുള്ള നിസ്കരിച്ചിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ പോയ പോക്കാണ്. ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പോയി അവിടേക്ക് എത്തി. ഓരോ വിഷയത്തിലും എന്തായി പോകുന്നു? വഴിപഴച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് മേൽ ഒരു അടിമയാണ് നേതാവെങ്കിൽ പോലും അയാളെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനിത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, നിങ്ങളിൽ ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, എനിക്ക് ശേഷം നിങ്ങളിൽ ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവന് കാണാം ധാരാളം ഇഖ്തിലാഫ്, അഭിപ്രായ ഭിന്നതകൾ അവന് കാണാം. അവൻ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കട്ടെ, എന്റെ പിന്നെ സച്ചരിതരായ സ്വഹാബത്തിന്റെ സുന്നത്ത് അവൻ മുറുകെ പിടിക്കട്ടെ. അള്ളു അലൈഹാ ബിൻ നവാജിദ്, അതവൻ അണപ്പല്ല് കൊണ്ടവൻ കടിച്ചു പിടിക്കട്ടെ. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല.
നിങ്ങൾ കാര്യങ്ങളിൽ പുതുതായി വരുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാ വിദഗ്ധകളും വഴികേടിലേക്കാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നബി അവസാനിപ്പിച്ചു. 3 കാര്യം. ഒന്ന്, നേതൃത്വത്തെ അനുസരിക്കണം. നേതൃത്വത്തെ കുഫർ കാണാതെ കൈവിട്ടാൽ, ഞാൻ പറഞ്ഞാലോ, പിണങ്ങാം, തല്ലൂടാം, വാക്തർക്കം ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, പക്ഷേ ഡിവോഴ്സ് ഇല്ല. അതാണ് നേതൃത്വമായിട്ടുള്ള ബന്ധം. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തെ നബിന്റെ സുന്നത്ത്, സഹാബത്തിന്റെ സുന്നത്ത്. സഹാബത്തിന് നബിക്കില്ലാത്ത വേറെ സുന്നത്തുണ്ടോ? നബിക്ക് 2 റക്അത്ത് പള്ളി കയറുമ്പോൾ സഹാബത്തിന് 4 റക്അത്ത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ലല്ലോ. പിന്നെന്താ എൻ്റെ സുന്നത്തും എൻ്റെ സഹാബത്തിന്റെ സുന്നത്തും എന്ന് പറഞ്ഞത്? എൻ്റെ സുന്നത്തും എൻ്റെ സഹാബത്തിന്റെ സുന്നത്തും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? എൻ്റെ സുന്നത്ത് എൻ്റെ സഹാബത്ത് എങ്ങനെ അനുഷ്ഠിച്ചോ അങ്ങനെ. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുക. സലഫി മൻഹജ് എന്ന് പറയാം. സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ എന്താ? മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫഹമു സ്വഹാബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സ്വഹാബികൾ എങ്ങനെ നബിന്റെ സുന്നത്തിനെ മനസ്സിലാക്കിയോ, സ്വഹാബികൾ എങ്ങനെ ആയത്തിനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. സ്വഹാബികൾ എങ്ങനെ ഹദീസിനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ നമ്മളെ വക മനസ്സിലാക്കരുത്. നമ്മളെ വക മനസ്സിലാക്കുമ്പോഴാണ് പല വഴിപിഴവും വഴികേടുണ്ടാവുക. സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. അള്ളു അലൈഹ ബിൻ നവാജിദി, അണപ്പല്ലുകൊണ്ട് അത് കടിച്ചു പിടിക്കണം. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. ഇതെന്തിനാ? ഭിന്നതില്ലാതിരിക്കാൻ. ഉറപ്പിച്ച് മുറുകെ പിടിച്ചോളണം. അള്ളാന്റെ സഹാബികൾ, അള്ളാന്റെ റസൂലിന്റെ സഹാബികൾ ആരെങ്കിലും 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിച്ചു എന്നാണ് ഹദീസ് കൊണ്ടുവരുന്നത് ഖുറാഫികളിൽ. ആ ഹദീസ് എന്താ? ദഈഫാണ്. ഒന്നാമത് ദഈഫാണ്. രണ്ടാമത്തെ, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിച്ചു എന്നാണ്. ഉമർ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് വന്നത് എന്താ? സഹാബിയാണല്ലോ. ഉമർ റളിയല്ലാഹുവിനെ പറ്റി വന്നത് എന്താ? പിന്നെ ഉമർ കഅബ് ഇബ്നു മാലിക് തമീമുദ്ദാരി, തമീമുദ്ദാരിനോട് കഅബ് ഇബ്നു മാലിക്കിനോട് ഉമർ റളിയല്ലാഹു കൽപ്പിച്ചു, ഏതാ? 11 റക്അത്ത് ഇമാമ് നിൽക്കാൻ. ഉമർ റളിയല്ലാഹു 11 നിസ്കരിച്ചിട്ടുള്ളൂ. ആയിഷ ബീവി പറയാ, റമളാനിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ 11 അധികം അധികരിപ്പിച്ചിട്ടില്ല. ബാബു തറാവീഹിലാണ് ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രല്ല അതേ ആയിഷ ബീവി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം പള്ളിയിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ആയിഷ ബീവി പറയാ, 3 ദിവസം റസൂലുള്ള പള്ളിയിൽ നിസ്കരിച്ചു, ജനങ്ങൾ പിന്നെ നിസ്കരിച്ചു. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നബി പള്ളിയിലേക്ക് വന്നില്ല, ജനങ്ങൾ കാത്തുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഹദീസ്. ആയിഷ ബീവി പറഞ്ഞെന്താ? നബി പറഞ്ഞത്, അത് അല്ലാഹ് ഫർളാക്കുമെന്ന് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ വരാഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ 3 ദിവസം പള്ളിയിൽ നബി നിസ്കരിച്ചത് ആര് കണ്ടിട്ടുണ്ട്? ആയിഷ ബീവി കണ്ടിട്ടുണ്ട്. ആ ആയിഷ ബീവി പറയാ, റമളാനിലോ അല്ലാത്തപ്പോഴോ 11 അധികം നിസ്കരിച്ചില്ല. അപ്പൊ ആ പള്ളിയിൽ എത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക? 23, 11. വളരെ വ്യക്തമാണ്. ഇനി ഇതിനെ കോട്ടി മാറ്റണം, ഇതിനെ തല തിരിക്കണം, ദുർവ്യാഖ്യാനിക്കണം. അങ്ങനെയാണ് 11ന്റെ മേലെ പോവുക. ഞാൻ പറഞ്ഞു, തറാവീഹ് ഒരു ചെറിയ കാര്യമല്ലേ, കർമ്മശാസ്ത്രമല്ലേ? അതെ, അവിടുന്ന് തുടങ്ങാണ്. എല്ലാ കാര്യങ്ങളിലും സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കണം. പിന്നെയോ വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. ഇവിടാണ് ഭിന്നത ഉണ്ടാവുക. നമുക്ക് ഇങ്ങനെ സ്ത്രീ ശാക്തീകരണം, പരലോകത്തെ പിന്നെ സ്വർഗത്തിലെത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നരകവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞാൽ എന്തുണ്ടാവും? തർക്കമൊന്നും ഉണ്ടാവില്ല അല്ലേ? സ്ത്രീകളുടെ ഉന്നമനത്തിന് എന്തൊക്കെ ചെയ്യാം? ഹിജാബ്, തർക്കം ഉണ്ടാവില്ല. മുസ്ലിങ്ങളും വേറെ ആൾക്കാരായിട്ട് തർക്കം ഉണ്ടാവും, മുസ്ലിങ്ങൾക്കിടെ തർക്കം ഉണ്ടാവില്ല. ഹിജാബ് നിർബന്ധമാണ്, വല്ലവർക്കും തർക്കമുണ്ടോ? ഹിജാബ് ഇടാൻ പെണ്ണിനെ അനുവദിക്കണം, വല്ല തർക്കമുണ്ടോ? ഓരോ തർക്കമില്ല. പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ മുസ്ലിങ്ങൾ അനുവദിക്കണം, വല്ല തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. പക്ഷേ ബിദ്അത്തിനെ പറ്റി പറഞ്ഞു നോക്കൂ. ബിദ്അത്ത് തീരാതെ ഈ സമുദായം ഒന്നാവൂല. ഞാൻ ഒറ്റ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ബിദ്അത്ത് തീരാതെ ഈ സമുദായം നന്നാവൂല. ഈ മാസം ശഅബാനാണ് അല്ലേ? ഈ മാസം മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷ ആളുകളും ശഅബാൻ 15 ഒരു നോമ്പ് എടുത്തു. ഏതാ നോമ്പ്? ബറാത്തിന്റെ നോമ്പ്. കുറച്ച് ആൾക്കാരും ശഅബാൻ 15 ഒരു നോമ്പ് എടുത്തു. അത് വേറെ നോമ്പാ. ഏതാ? അയ്യാമുൽ ബീദിന്റെ നോമ്പ് അല്ലേ? അത് 13, 14, 15 എടുത്ത്. കുറച്ചാൾക്കാരല്ലേ ഉള്ളൂ? 13, 14, 15. ബാക്കി മഹാഭൂരിപക്ഷം കേരളത്തിലെ മുസ്ലിങ്ങൾ ശഅബാൻ 15 ബറാത്തിന്റെ നോമ്പെടുത്ത്. നമ്മളിവിടെ ജീവിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? മുസ്ലിം ഐക്യം സൂക്ഷിച്ച് മിണ്ടാതിരിക്കണോ? മുസ്ലിം ഐക്യം പിന്നെ പ്രശ്നത്തിലാകോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സഹാബികൾ എപ്പോഴാണ് ചോദിച്ചത്? വിട പറയാൻ പോകുന്ന നേരത്താണ്. ഇവിടുന്ന് ഉമ്മത്തിന്റെ എരുത്തുനിന്ന് നബി മരണപ്പെട്ട് വഫാത്തായിട്ട് പോകാൻ പോവാ എന്ന് സഹാബികൾക്ക് മനസ്സിലായപ്പോഴാണ് സഹാബികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് വസിയത്ത് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ നബി ചെയ്ത 3 വസിയത്താണ്.
മൂന്നാമത്തെ വസിയത്ത് എന്താ? വഇയ്യാകും മുഹദ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ മതത്തിൽ പുതുതായി കടന്നു വരുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചോളണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും ളലാലത്താണ്, വഴികേടാണ്. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെ പെണ്ണുങ്ങളെ അഭിപ്രായം എന്താ? നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് നോമ്പിനെ പറ്റി മിണ്ടാതിരിക്കണോ? ഒന്ന് സുന്നത്താണ്, ഒന്ന് ബിദ്അത്താണ്. പറയണ്ടേ? പറയണമെന്ന് അഭിപ്രായമുള്ള പെണ്ണുങ്ങളൊന്ന് കൈപ്പൊക്കെ. പഴയ ശൂരത നമ്മളെ മുജാഹിദ് പെണ്ണുങ്ങൾക്കില്ല, MG-മാർക്കില്ല. അതാണ് ഞാൻ ചോദിക്കണേ. പണ്ടൊക്കെ അടിച്ച് നിരത്തിയിരുന്നതിന് സുന്നികളെ നമ്മളെ പെണ്ണുങ്ങൾ. ഇപ്പോഴെന്താ? ഇപ്പം ഇങ്ങനെ ഒന്നുമില്ല, പതുങ്ങി ഇങ്ങനെ അല്ലേ? അല്ലാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിദ്അത്തിനെ ചുരുട്ടിക്കെട്ടണ ആരാ? സ്ത്രീകളാണ്. നമ്മളറിയില്ല, നമ്മൾ പുറത്ത് തല്ലൂടും നല്ലുള്ളൂ. സ്ത്രീകളിലൂടെ ഇങ്ങനെ പ്രചരിച്ച് പോണത് ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അടുത്ത പെണ്ണിനെ ഉപദേശിക്കും. പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു നമ്മളെ പോലെയല്ല, കോളർമ പിടിക്കൽ കുറവല്ലേ, അങ്ങനെ പിടിക്കലേ പെണ്ണുങ്ങൾക്ക്. അങ്ങനെ പറയാനും കേൾക്കാനും ഇതുണ്ട്. നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മളെ ആണുങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം. ബിദ്അത്തിനെ വിട്ടിട്ട് എന്തിനാ നമ്മൾ ബിദ്അത്തിനെ എതിർക്കുന്നത്? സമുദായം ഭിന്നിക്കും. ഒരു പ്രശ്നം അതിലുണ്ട്. ആൾക്കാർ പറഞ്ഞ എന്തറിയോ? മിണ്ടാതിരുന്നാൽ ഐക്യം ഉണ്ടാവുന്ന. അങ്ങനെ ഒരു ഐക്യം വേണമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഐക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞത് വതഫ്തറഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ ഖാല വമൻ ഹിയ യാ റസൂലല്ലാഹ് ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി. അല്ലാഹു റസൂൽ 73 വിഭാഗമാകും, എല്ലാം നരകത്തിൽ പോകും, ഒരൊറ്റ കക്ഷി മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുള്ളൂ. വമൻ ഹിയ യാ റസൂലല്ലാഹ്, സഹാബി വിളിച്ചു, ആരാണ് റസൂലേ ആ വിഭാഗം? ഖാൽ, അപ്പ നബി മറുപടി പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും നിലകൊണ്ട മാർഗത്തിൽ നിലകൊണ്ടവർ, ഞാനും എൻ്റെ സഹാബത്തിനും മേൽ നിലകൊണ്ടവർ. ഞാൻ ഏതിലാണോ, എൻ്റെ സഹാബികൾ ഏത് റൂട്ടിലാണോ, സഹാബികൾ ശഅബാൻ 15 ബറാത്തിന്റെ നോമ്പ് എടുത്തിട്ടില്ല, എന്നാൽ നമ്മൾ എടുക്കുകയില്ല, എടുക്കാൻ ഒരാളെ സമ്മതിക്കുകയില്ല. നമ്മൾ എടുക്കൂല എന്ന് മാത്രമല്ല നമ്മളെ പ്രത്യേകത, എടുക്കാൻ ഒരാളെ സമ്മതിക്കൂല. തെറ്റാണെന്ന് അയാളോട് പറയും, പിന്നെ അയാൾ ഇഷ്ടത്തിന് ചെയ്തോട്ടെ, പക്ഷെ തെറ്റാണെന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം ശഅബാൻ 15 മർഫൂആയി നബിയിലേക്ക് മടങ്ങുന്ന സ്വഹീഹായ ഹദീസിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ടായിരിക്കെ ഉമ്മത്തത് കൈവിട്ടു. നബിയിലേക്ക് മടങ്ങാത്ത ലഈഫായ പരമ്പരയിലുള്ള ഈ പറഞ്ഞ ബറാത്ത് നോമ്പെടുത്തു. നമുക്കൊന്നും വേദനിച്ചില്ല. നമ്മൾ ശാന്തമായി പ്രസംഗിച്ചു, നമ്മൾ പിന്നെ സൗമ്യമായി പ്രസംഗിച്ചു, നമ്മൾ ആരെയും വേദനിപ്പിച്ചില്ല, ആരോടും തെറ്റുതിരുത്തിയില്ല. നമ്മൾ സമുദായ ഐക്യം കാത്തു സൂക്ഷിച്ചു. ഇങ്ങനൊരു ഐക്യം കാത്തു സൂക്ഷിക്കുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. മുജാഹിദുകൾ മനസ്സിലാക്കി. ഇപ്പോൾ സൊസൈറ്റിയിൽ ഇങ്ങനെ ഐക്യം 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 എന്ന് പറഞ്ഞിട്ട് എല്ലാ തോന്നിവാസങ്ങളെയും അംഗീകരിക്കുക, മിണ്ടാതിക്കുക, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറഞ്ഞിട്ടുള്ള പണിയല്ല. നമ്മുടെ ഡ്യൂട്ടി അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു വിശ്വാസം, ഒരു കർമ്മം, ഒരു അനുഷ്ഠാനം, ഒരു ആചാരം കണ്ടാൽ എതിർക്കും. അത് കൈകൊണ്ട് എതിർക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് എതിർക്കും. അതിന് നമുക്ക് അധികാരമില്ല, ഭരണമില്ല, അതുകൊണ്ട് നമുക്കത് നടക്കൂല. എന്നാൽ കൈകൊണ്ട് എതിർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലോ നമ്മൾ കൈകൊണ്ട് തന്നെ എതിർക്കും. ഇനി കൈകൊണ്ട് പറ്റിയില്ലെങ്കിലോ നാവ് കൊണ്ട് എതിർക്കും. ഇനി നാവ് കൊണ്ടും പറ്റില്ല, മിണ്ടാൻ പറ്റാത്ത ഏരിയയിലാണെങ്കിലോ കൽബുണ്ടെങ്കിലും നമ്മൾ എതിർക്കും. അതാണ് ദാലിക അദ്അഫുൽ ഈമാൻ. ഈമാന്റെ ഏറ്റവും ദുർബലമായ പാർട്ട് എന്ന് പറഞ്ഞാൽ കൽബുണ്ടെങ്കിലും വെറുക്കുക. ഇത് കൽബോണ്ടുള്ള വെറുപ്പ് പോകും, എതിർപ്പ് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം സലഫുകളുടെ മാർഗത്തിലാണ്, സലഫീങ്ങളുടെ മാർഗത്തിലാണ്. ആ മാർഗത്തിൽ നമ്മളെ പണ്ഡിതന്മാർ വാദപ്രതിവാദം നടത്തി, ഖണ്ഡനം നടത്തി, പരസ്പരം ശക്തമായ പോർവിളികളുണ്ടായി. ഇതൊക്കെ ഉണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ നിലപാട് ബിദ്അത്തിനെതിരെ ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനത്തെ ഐക്യമാണ് വേണ്ടത്. അങ്ങനത്തെ ഐക്യം ഇവിടെ നിൽക്കാവൂ. അല്ലാതെ നമ്മൾ കീഴ്പ്പെട്ടിട്ടൊരു ഐക്യമില്ല. കാരണം നമ്മൾ കീഴ്പ്പെട്ടാൽ ശഅബാൻ നോമ്പിൻ്റെ ബിദ്അത്താണ്, ശഅബാൻ 15 ബറാത്ത് നോമ്പ് ബിദ്അത്താണെന്ന് പറയാൻ പിന്നെ ഒരാളുണ്ടാവൂല. അയ്യാമുൽ ബീദിന്റെ 15-ാം തീയതി നോമ്പ് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് പറയാൻ പിന്നെ വേറെ ആളുണ്ടാവൂല. അങ്ങനെ ഒരാളില്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ ഈ ഉമ്മത്തിന്റെ മേലിറങ്ങും. ഇവിടെ ബാക്കിയുള്ള സംഘടനക്കാരൊക്കെ നിലനിന്ന് പോകുന്നത് നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങനെ പറയുന്നവരുള്ളോണ്ടാ. ശരിക്കും നമ്മളാണ് അവരെ നിലനിർത്തുന്നത്. നമ്മൾ ഈ ശിർക്കും ബിദ്അത്ത് എതിർക്കാനില്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ ഇങ്ങോട്ട് ഇറങ്ങും. നമ്മളടക്കം എല്ലാവരും കൂടെ നശിച്ചു പോകും. ബാക്കിയുള്ളവരൊക്കെ നശിക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. എന്നെങ്കിലും നമ്മൾ വിചാരിക്കുക ഉമ്മത്തിൻ്റെ ഏറ്റവും നല്ല സേവനമാണ്, ഉമ്മത്തിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സേവന. അവരെ നമ്മൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യാണ്. അവരെ വിമർശിച്ചിട്ട്, അവരെ എതിർത്തിട്ട് മേലെന്ന് ഇങ്ങോട്ട് ശിക്ഷിറങ്ങാണ്ടിരിക്കാൻ. കാരണം എന്താ? എതിർക്കുന്നവരുള്ളിടത്തോളം കാലം അത് എന്ത് ചെയ്യും? ശിക്ഷിക്കൂല. എതിർക്കുന്നവരില്ലെങ്കിലോ ഒറ്റ ദിവസം
ഒറ്റ ദിവസം നമ്മൾ തിന്മയെ എതിർക്കാതെ മുജാഹിദ് പ്രസ്ഥാനം ലീവ് അനുവദിച്ചു നോക്കൂ. ഒറ്റ ദിവസം. അടുത്ത ദിവസം നേരം വെളുക്കൂല, ഉറപ്പിച്ചോ. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കൂല. നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. TP നമ്മൾക്ക് മെസ്സേജ് തരാണ്, ഒരു ദിവസം നമ്മളെല്ലാം ഒരു തിന്മയ്ക്കെതിരെ സംസാരിക്കുന്നില്ല, മൗനം അവലംബിക്കുന്നു. പിറ്റേ ദിവസം അടുത്ത സർക്കുലർ ഇറക്കാൻ TP ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല, ശിരിച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നടന്ന് എതിർത്ത് പണ്ഡിതന്മാരവരെ പോലെ, സാധാരണക്കാരവരെ പോലെ ഒരു വാട്സപ്പിലെ മെസ്സേജ് വിട്ടിട്ടെങ്കിലും അങ്ങനെ ഇത് തിന്മനെ എതിർത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ദുനിയാവ് നിലനിൽക്കുന്നത്. നമ്മൾ നിശബ്ദരായാൽ, മിണ്ടാതിരുന്നാൽ, ഐക്യത്തിന്റെ പേര് ഇതൊക്കെ ശൈത്താമെന്ന് പറഞ്ഞിട്ടാണ്. ഐക്യ അതല്ല അബൂജഹലിനോടും പറഞ്ഞെടുത്ത് അങ്ങനെയല്ലോ. തഫറക്കന ജമാഅത്തന എന്നല്ല പറഞ്ഞത്. തഫറക്ക ജമാഅത്തന, നീ ഞങ്ങളെ ജമാഅത്തിനെ പൊളിച്ചില്ലടാ എന്ന് ആരോടാ ചോദിച്ചത്? റസൂലുള്ളാഹിനോട് ചോദിച്ചത്. ആ ചോദ്യം ശൈത്താൻ ചോദിപ്പിച്ചതാ. അന്നൊട്ട് ഇന്ന് വരെ ശൈത്താൻ ചോദിപ്പിക്കുക. ജമാഅത്താർ വേണ്ടി പറയാം, നിങ്ങൾ ഐക്യം പൊളിച്ചില്ല, അപ്പൊ ഓർത്തോ. ഇത് അബൂജഹലിനോട് മറ്റാൾ പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ ജമാഅത്താരോടും പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ. മർക്കസുദ്ദാക്കാർ വേണ്ടി ഐക്യം പൊളിച്ചില്ലേ. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പണ്ട് കേട്ടിട്ടുണ്ട്, 14 നൂറ്റാണ്ട് മുമ്പ്. എവിടുന്ന്? അബൂജഹൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മൂപ്പർ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താണ് ഇത്ര ഈ ചോദ്യം. ഇപ്പൊ നിങ്ങൾക്കും അവിടെ തന്നെ ട്യൂഷൻ എന്ന് വെച്ചാൽ മതി, മനസ്സിലായ? ആ ട്യൂഷന്, ശൈത്താന്റെ ട്യൂഷന് പോയാലാണ് ഈ നിങ്ങൾ തകർത്തില്ലേ, തഫറക്ക ജമാഅത്തന, നീ ഞങ്ങളെ ജമാഅത്തിന് തകർത്തില്ലേ എന്നുള്ള ചോദ്യം വരെ എവിടുന്ന? ഈ പറഞ്ഞ ഇബ്ലീസിന്റെ ദർസിന്ന് നന്നായിട്ട് പിന്നെ ഓതാൻ പഠിച്ചവനക്കാണ് ആ ചോദ്യം വരാം. നമ്മളിതിങ്ങനെ നമ്മളങ്ങനാണ്, ഞങ്ങൾ ഇങ്ങനാണെന്ന് പറയൂലേ, നമ്മളിങ്ങനാണ്, നമ്മളിത് ചോദ്യം ചെയ്യും, ഇതിനെതിർക്കും. അത് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ആ കാര്യം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. അതാണ് വൈജ്ഞാനിക സെഷനിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുക. നേതൃത്വവുമായിട്ട് നിങ്ങൾ വേർപെട്ടു പോകാൻ പാടില്ല. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാം, നിങ്ങളുടെ പിണക്കങ്ങൾ അറിയിക്കാം, നിങ്ങളുടെ ദേഷ്യവും കോപവും ഒക്കെ അറിയിക്കാം. പക്ഷെ നിങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് അനുസരണയോടുകൂടി പോകണം. രണ്ടാമത്തെ കാര്യം എന്താ? നിങ്ങൾ പിന്നെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത്, ആ സുന്നത്ത് എങ്ങനെ സഹാബത്ത് മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാമിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. മൂന്നാമത്തേത് സകല പുത്തൻ ആചാരങ്ങൾ, പുത്തൻ വിശ്വാസങ്ങൾ, പുത്തൻ അനുഷ്ഠാനങ്ങൾ, അതിനെതിരെ ശക്തമായ സമരം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. 3 കാര്യം ചെയ്താൽ സ്വർഗ്ഗങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ സലഫുകളുടെ മാർഗത്തിലായിരിക്കും, നിങ്ങൾ അള്ളാന്റെ പിന്നെ സത്യസംഘത്തിൻ്റെ ഒപ്പമായിരിക്കും എന്ന് ഉറപ്പാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളും ഈ 3 കാര്യം ചെയ്താൽ മതി. ഇതിലൊരു വീഴ്ച നമ്മൾ വരുത്തരുത്. എവിടെയെങ്കിലും ഇതിൽ പൊട്ടിയാൽ നമ്മൾ പഴച്ചു പോകും. എവിടെയെങ്കിലും പൊട്ടിയാൽ, നേതൃത്വത്തേറ്റ് പൊട്ടിയാൽ പഴച്ചുപോയി. ഈ പറഞ്ഞ നബിന്റെ സുന്നത്ത് സഹാബത്ത് മനസ്സിലാക്കിയ പോലല്ല, നമ്മളെ വക നമ്മൾ മർക്കസുദ്ദാക്കാരൻ മനസ്സിലാക്കണ പോലെ മനസ്സിലാക്കാൻ നടന്നാൽ നമ്മൾ പഴച്ചു പോകും. വിഷ്ടക്കാരൻ മനസ്സിലാക്കണ പോലെ മനസ്സിലാക്കാൻ നടന്നാൽ നമ്മൾ പഴച്ചു പോകും. പിന്നെയോ കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാകുന്നതിൻ്റെ ശത്രുവായിരിക്കണം നമ്മൾ. മതത്തിൽ പുത്തനാചാരത്തിനെ എതിർക്കുന്ന ശബ്ദമായിരിക്കണം. ആരും എന്ത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഭിന്നിപ്പിച്ചില്ലടോ, നിങ്ങൾ സമുദായത്തെ ഐക്യം തകർത്തില്ലടോ, എന്ത് പറഞ്ഞാലും ശരി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ആ 3 കാര്യം മുറുകെ പിടിച്ചാൽ ഇത് അള്ളാന്റെ റസൂൽ വസിയത്ത് ഇതാണ്. എന്താ വസിയത്ത്? അഹദും വസിയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? അഹദിനേക്കാൾ സ്ട്രോങ് ആണ് വസിയത്ത്. വസിയത്തിനേക്കാൾ വലിയ ഒരു ഏൽപ്പിക്കൽ മനുഷ്യനെ ഏൽപ്പിക്കാനില്ല. ഒരു മനുഷ്യന് വേറെ മനുഷ്യനോട് ഇത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കൂലേ? കോൺട്രാക്ട് എഴുതാം അല്ലേ, ഇത് ചെയ്യണം കോൺട്രാക്ട്. ഇപ്പം എനിക്ക് പിന്നെ മദനിയായിട്ട് കോൺട്രാക്ട് ചെയ്യാം, പിന്നെ ആഷിഖിനായിട്ട് കോൺട്രാക്ട് ചെയ്യാം. പക്ഷെ വസിയത്ത് ചെയ്താൽ കോൺട്രാക്റ്റിന്റെ മേലാണ്. അതിൻ്റെ അപ്പുറം ഞാൻ വേറെ ഇല്ല ചെയ്യാൻ. ആ വസിയത്താണ് നബി ചെയ്തത്. ആരോടെ ചെയ്തത്? സഹാബത്തിനോട് എന്ന് പറഞ്ഞാൽ നമ്മളോടും കൂടിയാണ്. മുസ്ലിം ഉമ്മത്തിനോട് ചെയ്ത വസിയത്താണ്. നബിൻ്റെ ഈ വസിയത്ത് പാലിക്കണോ, ജമാഅത്താരൻ്റെ ഐക്യത്തിൻ്റെ ഒപ്പം പോകണോ? നബിൻ്റെ ഈ വസിയത്ത് പാലിക്കണോ, മർക്കസുദ്ദവക്കാരൻ്റെ ഈ യുക്തിവാദത്തിനൊപ്പം പോകണോ? നബിൻ്റെ ഈ വസിയത്ത് പാലിക്കണോ, വിഷ്ടക്കാരൻ്റെ ശിർക്കിൻ്റെ ഒപ്പം പോകണോ? നബിൻ്റെ ഈ വസിയത്ത് നമ്മൾ പാലിക്കണോ, സമുദായത്തിന് ഐക്യണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ കുഴിച്ചു മൂടുന്നവരോടൊപ്പം പോകണോ? നബിൻ്റെ വസിയത്തിൻ്റെ ഒപ്പം നിന്നോ? അതാണ് നമുക്കുള്ള മാർഗം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് വസിയത്ത് ചെയ്ത ആ വസിയത്ത് റസൂലുള്ള ആഗ്രഹിച്ച രൂപത്തിൽ പൂർത്തീകരിക്കുന്ന വിശ്വാസികളിൽ, അത് മരണം വരെ കീപ്പ് ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ കൂടിയിരുന്നത് പോലെ കുടുംബത്തോടൊപ്പം ആ സ്വർഗത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരാനുള്ള ഇരിപ്പാക്കി അതിനെ മാറ്റുമാറാകട്ടെ. ഇനിയുള്ള നിമിഷങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടുന്ന വിശ്വാസികളിൽ കൂടാനുള്ള സൗഭാഗ്യം ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ പ്രവേശിക്കാനും ആ റമളാനെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമളാൻ, അള്ളാഹു തൃപ്തിപ്പെട്ട റമളാനാക്കി അതിനെ പരിവർത്തിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനോട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ റമളാനോടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകളും കഴുകിക്കളയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനം നടത്തിയ ഈ ഇത് സംഘടിപ്പിച്ച അതിനുവേണ്ടി ചെറുതും വലുതുമായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ, സഹകരണങ്ങൾ, ചേർന്ന് നിൽക്കലുകൾ നടത്തി എല്ലാവർക്കും അള്ളാഹു ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. അർഹതക്കനുസൃതം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ, നമ്മൾ അർഹതക്ക് അനുസരിച്ച് അള്ളാഹ് തരാനെന്ന നഷ്ടം നമുക്ക് തന്നെ ഇരിക്കും. എത്ര അർഹത ഉണ്ടെന്ന് നമുക്കറിയാലോ. അർഹത ഇല്ലാത്ത നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പുറത്തു തരുമാറാകട്ടെ. അർഹത ഇല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കത് എനിക്കറിയുന്ന മറുപടി നൽകാവുന്നതാണ്.